നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ഡസ് ഹോമിയോപ്പതി വർക്ക്, ഹൗ ഡസ് ആയുർവേദ വർക്ക്? നോ ആൻസർ. ഞാനിപ്പോ ഏകദേശം ഒരു 6 മാസം ആളെ ഇങ്ങനെ വലിച്ച് നീട്ടിക്കൊണ്ട് പോവുകയാണ്. ഇനി അടുത്ത 6 മാസം എനിക്ക് കോൺഫിഡൻസ് ഇല്ല. എന്ന് വെച്ചാൽ ഹോമിയോപ്പതിക്ക് അത് മദ്യം യൂസ് ചെയ്യും. ഹോമിയോപ്പതി നിറച്ച് മദ്യമാണ്. അതെങ്ങനെ മെഡിസിൻ ആണെന്ന് എനിക്ക് പോലും അറിയത്തില്ല. പക്ഷെ ഏത് ചെടിയാണ് അതോ അല്ല ഏത് പ്ലാന്റും അതിന്റെ കൂടെയുള്ള വേറെ എന്ത് മിനറൽസ് മെറ്റൽസ് കൂടിയാണ് ഒരുമിച്ച് ആണ് ഈ ലിവറിന്റെ ഡാമേജ് ഉണ്ടാക്കി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഓൾട്ടർനേറ്റീവ് മെഡിസിന്റെ ട്രീറ്റ്മെന്റ് ഇതിലാണ് ഒതുങ്ങുന്നത്. ഒന്നെങ്കിൽ സപ്പോർട്ടീവ് കെയറിൽ ചില പേഷ്യൻസ് ബെറ്റർ ആവും, അല്ലെ മരിക്കും, അല്ലെ ട്രാൻസ്പ്ലാന്റ് ചെയ്യും. അപ്പൊ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. നമ്മൾ 10 മണിക്കൂറിനുള്ളിൽ മദറിന്റെ ലിവറിന്റെ ഒരു ഭാഗം കുട്ടിക്ക് കൊടുത്തു. ബാഡ് ലിവർ മുഴുവൻ പുറത്തു വന്നു. കഴിഞ്ഞ ആഴ്ച കുട്ടി തിരിച്ച് വീട്ടിൽ നടന്നുപോയി പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ്. അങ്ങനെ ജീവൻ രക്ഷിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി ഡോക്ടറിന്റെ ഏറ്റവും ഫേവറേറ്റ് ഏരിയയിലേക്ക് വരാൻ തോന്നുന്നു, ഓൾട്ടർനേറ്റ് മെഡിസിൻസിന്റെ ഇമ്പാക്ട് ലിവറിൽ എത്രത്തോളം ആണ് എന്നുള്ളത്. ഇപ്പൊ നമുക്കറിയാം ആൽക്കഹോൾ എത്രത്തോളം ലിവറിന് ദോഷമാണോ അതുപോലെ തന്നെ ഏറെക്കുറെ ആ ഒരു സെയിം ലെവലിൽ തന്നെ ഈ പറയുന്ന ഓൾട്ടർനേറ്റ് മെഡിസിൻസും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനത്തെ ധാരാളം കേസുകൾ ഡോക്ടറിന് വരാറുണ്ടോ? എങ്ങനെയാണ് അത് ഡീൽ ചെയ്യാറ്? എനിക്ക് തോന്നുന്നു ആൽക്കഹോൾ മൂലമുള്ള ലിവർ ഡാമേജ് ഡീൽ ചെയ്യാനാണ് എളുപ്പം. എന്നുവെച്ചാൽ അതിന് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെന്റ്സും സയൻസും എവിഡൻസും എല്ലാം ഉണ്ട്, മരുന്നുകളും. ഇപ്പം ആൽക്കഹോളിന്റെ ലിവർ ഡിസീസ് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റ് മുതൽ സ്റ്റെറോയിഡ് തെറപ്പി, അങ്ങനെ പല പല തെറപ്പീസ് ഉണ്ട് ഓഫർ ചെയ്യാൻ. പക്ഷെ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ നമുക്ക് ആക്ച്വലി അതിന് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് വളരെ കുറവാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇതര വൈദ്യങ്ങൾ, ഇപ്പൊ ആയുർവേദ ആവട്ടെ, ഹോമിയോപ്പതി ആവട്ടെ, നാച്ചുറോപ്പതി, ഇതിനകത്തൊക്കെ ഹെർബ്സ്, ഈ നമ്മൾ ഈ പലതരത്തിലുള്ള ചെടികൾ യൂസ് ചെയ്യും, മിനറൽസ് യൂസ് ചെയ്യും, മെറ്റൽസ് യൂസ് ചെയ്യും. ഹോമിയോപ്പതിക്ക് അത് മദ്യം യൂസ് ചെയ്യും. ഹോമിയോപ്പതി നിറച്ച് മദ്യമാണ്. അതെങ്ങനെ മെഡിസിൻ ആണെന്ന് എനിക്ക് പോലും അറിയത്തില്ല. പക്ഷെ അതിനെപ്പറ്റി ആരും പറയുന്നില്ല. മുഴുവൻ മദ്യമാണ്. ഈ മദർ ടിഞ്ചർ സാധനമൊക്കെ നിറച്ച് മദ്യമാണ്. 90% ആൽക്കഹോളൊക്കെയാണ്. അതൊക്കെയാണ് ഈ ആൾക്കാർക്ക് തുള്ളിമരുന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് വരുന്ന ലിവർ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആണ്. ഇപ്പം നമ്മളിപ്പം ഒരു മോഡേൺ മെഡിസിൻ എടുത്തു. മോഡേൺ മെഡിസിൻ മൂലം ലിവർ ഡാമേജ് ആവാമല്ലോ. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പാരസ്റ്റമോൾ തന്നെ ഇരിക്കട്ടെ, എല്ലാവരുടെയും കുറ്റ സുഹൃത്താണ്. ഈ ആയുർവേദക്കാർ ആദ്യമേ എടുത്തിരുന്ന പോയിന്റ് പാരസ്റ്റമോൾ ആണ്. അപ്പൊ അത് തന്നെ ഇരിക്കട്ടെ. അപ്പൊ പാരസ്റ്റമോൾ നമ്മൾ ഹെവിയില് ഭയങ്കര ഓവർ ഡോസ് കഴിച്ചാൽ, പാരസ്റ്റമോള് സ്റ്റാൻഡേർഡ് ഡോസിൽ വളരെ സേഫ് ആണ്. സിറോസിസ് രോഗികൾക്കും അത് കഴിക്കാം. ആൾക്കാർ വിചാരം, ഇപ്പൊ ഡോക്ടർമാരുടെ വിചാരം സിറോസ് ആയി കഴിഞ്ഞാൽ പാരസ്റ്റമോൾ തൊടാൻ പാടില്ല എന്നാണ്. അങ്ങനെയില്ല. 2 ഗ്രാം വരെ ഒരു ദിവസം കഴിക്കാം, 3 ദിവസം വരെ, വളരെ സേഫ് ആണ്. ഇപ്പൊ പാരസ്റ്റമോൾ നമ്മൾ ഓവർ ഡോസ് കഴിക്കുമ്പോഴാണ് അതിന്റെ പ്രശ്നം വരുന്നത്. അപ്പൊ മോർ ദാൻ 8 to 10 grams, 8 തൊട്ട് 10 ഗ്രാം വരെ ഒറ്റയടി കഴിച്ചാലാണ് ലിവറിൽ ഫെയിലറും പ്രശ്നങ്ങളും വരുന്നത്. പക്ഷെ അങ്ങനെ വന്നാലും അതിനെതിരെ കൊടുക്കാനുള്ള മരുന്ന് നമുക്കറിയാം. N-acetylcysteine എന്ന് പറഞ്ഞ ഒരു മരുന്നുണ്ട്. അത് ഇഞ്ചക്റ്റബിൾ ആയിട്ട് ചെയ്യുന്നതാണ്. അത് ചെയ്താൽ പാരസ്റ്റമോളിന്റെ ഈ ടോക്സിക് ഇഫക്റ്റ് കുറഞ്ഞ് ലിവറിൽ ഫെയിലറിന്റെ റിസ്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷെ ഇനി നേരെ തിരിച്ച് ഒരു ആയുർവേദ മരുന്നാന്ന് വെച്ചോ, ഒരു ധന്വന്തരം ഗുളിയോ, ഒരു കഷായോ, ഒരു ഇന്ദുകാന്ത എന്താന്ന് വെച്ചാൽ അവരുടെ സംഭവം, അതൊക്കെ അതിൻ്റെ അകത്ത് തന്നെ ഒരു 10-20 ടൈപ്പ് ചെടികളാണ്, പലതരത്തിലുള്ള ചെടികൾ. അപ്പം ഭയങ്കര കോംപ്ലക്സ് ആണ് ഇവരുടെ ഇൻഗ്രീഡിയൻസ്. അപ്പൊ അതില് ഏത് ചെടിയാണ് അതോ അല്ല ഏത് പ്ലാന്റും അതിന്റെ കൂടെയുള്ള വേറെ എന്ത് മിനറൽസ് മെറ്റൽസ് കൂടിയാണ് ഒരുമിച്ച് ആണ് ഈ ലിവറിന്റെ ഡാമേജ് ഉണ്ടാക്കി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ബിക്കോസ് അവർ ഒരു ആയുർവേദ മരുന്നല്ല, ചിലപ്പോൾ 5-6 ആയുർവേദ മരുന്ന് കഴിക്കുന്നതായിരിക്കാം. ഇപ്പൊ തന്നെ ഞാൻ ട്വിറ്ററിൽ ഇന്നലെ രാവിലെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. ഒരു പേഷ്യന്റ്, കിഡ്നി ഡയാലിസിസ് ഉള്ള ഒരു പേഷ്യന്റ്, ഡയാലിസിസ് ചെയ്ത് ഏറ്റവും അവസാനം അവർ പറഞ്ഞു, ഡോക്ടേഴ്സ് പറഞ്ഞു ട്രാൻസ്പ്ലാന്റ് നല്ലതായിരിക്കും. കിഡ്നി ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് വളരെ സേഫ് ആയിട്ട് ചെയ്യുന്ന ഒരു സർജറിയാണ്. അത് ചെയ്താൽ ലൈഫ് നന്നായിട്ട് കൂടും, പേഷ്യൻസിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഒക്കെ വളരെ നല്ലതായിരിക്കും. അത് ചെയ്യണം എന്ന് പറഞ്ഞപ്പം പേഷ്യന്റ് പേടിച്ചുപോയി. അപ്പൊ പേഷ്യന്റിന്റെ കൂട്ടുകാര്, അവരാണല്ലോ വലിയ ഡോക്ടേഴ്സ്, കൂട്ടുകാര് അയൽക്കാരൊക്കെയാണ് ഇപ്പൊ വലിയ ഡോക്ടേഴ്സ്. അപ്പൊ അവരൊക്കെ പറഞ്ഞു ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട, ഒരു വൈദ്യനുണ്ട്, അവർ ചെന്നാൽ ട്രാൻസ്പ്ലാന്റ് ഇല്ലാതെ കിഡ്നി ശരിയാക്കി തരും എന്ന് പറയുന്ന ഒരാള്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് നാട്ടില്. അവരൊക്കെ നല്ല പന്തളിച്ച് നന്നായിട്ടിരിക്കുന്നു, അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. ശരിക്കും പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ്മാർക്കാണ് ഇവിടെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള അയാളുടെ അടുത്ത് ഇവർ പോയി. അയാള് കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞു ട്രാൻസ്പ്ലാന്റ് ഒന്നും വേണ്ട, നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞ് ആൾ എഴുതി കൊടുത്ത ഒരു പ്രിസ്ക്രിപ്ഷൻ ഞാൻ ട്വിറ്ററിൽ എന്റെ പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് കാണേണ്ടതാണ്. അതിനകത്ത് ഏകദേശം ഒരു 8 ആയുർവേദ മരുന്നുകളുണ്ട്. ഒരു ആയുർവേദ മരുന്നിനകത്ത് ഏകദേശം 8 തൊട്ട് 15 വരെ കൂട്ടങ്ങളുണ്ട്, പ്ലാന്റ്സ് എല്ലാം കൂടെ. അതിന്റെ കൂടെ കുറെ കഷായങ്ങളും ലേഹ്യങ്ങളും തൈലങ്ങളും എല്ലാം കൂടി ഇത് 1 മാസത്തോളം ഈ പേഷ്യന്റ് കഴിച്ചു. 1 മാസം കഴിയുമ്പോഴത്തേക്ക് നല്ല മഞ്ഞപ്പിത്തം,
ലിവറിന്റെ അസുഖം ഇല്ലാത്ത ആളാണ്, ജസ്റ്റ് കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന ഒരാള്, ഭയങ്കര മഞ്ഞപ്പിത്തമായിട്ട് ലിവർ ഫെയിലിയർ ആരംഭിച്ചു ഇദ്ദേഹത്തിന്. അപ്പം ആ മഞ്ഞപ്പിത്തം കുറയാത്ത കാരണം എൻ്റെ അടുത്ത് വന്നതാണ് ചികിത്സയ്ക്കായിട്ട്. നമ്മൾ നോക്കുമ്പം ഇത്രയും മാത്രം മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കഴിച്ചു തുടങ്ങിയിട്ടാണ് ഈ പ്രശ്നം വന്നത്. വേറെ വൈറസുകൾ ബാക്കിയുള്ള കാരണങ്ങളൊന്നും ഒന്നുമില്ല, എല്ലാം നെഗറ്റീവാണ്. പക്ഷെ ഇതിൽ എന്താണ് ഇദ്ദേഹത്തിന്റെ ലിവറിനെ ഡാമേജ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു മാസമായിട്ട് ഇത്രയും 10-20 ചെടികളുള്ള പല പല മരുന്നുകൾ ഇദ്ദേഹം കഴിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തിനെ ടാർഗറ്റ് ചെയ്യണം, എന്തിനെ നമ്മൾ ചികിത്സിക്കണം നമുക്ക് ഒരിക്കലും പറയാൻ ഭയങ്കര പാടാണ്. ഈ ഓൾട്ടർനേറ്റീവ്, ഈ ഇതര വൈദ്യങ്ങളുള്ള ഈ പച്ചമരുന്നുകൾ കഴിച്ചാലേ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് സപ്പോർട്ടീവ് കെയർ കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതായത് അവരുടെ സിംറ്റംസ്, അവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടുള്ള ചികിത്സയും ബെസ്റ്റ് സപ്പോർട്ടീവ് കെയർ കൊടുക്കുകയാണ്. ശരിയാകാനുള്ള പേഷ്യൻസ് ഒക്കെ പയ്യെ പയ്യെ ശരിയാവും. അല്ലാത്തവരിൽ ലിവർ ഫെയിലിയർ വന്ന് ഒന്നെങ്കിൽ അവർ മരിക്കും, അല്ലെങ്കിൽ അവർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പൊ ഓൾട്ടർനേറ്റീവ് മെഡിസിന്റെ ട്രീറ്റ്മെന്റ് ഇതിലാണ് ഒതുങ്ങുന്നത്. ഒന്നെങ്കിൽ സപ്പോർട്ടീവ് കെയറിൽ ചില പേഷ്യൻസ് ബെറ്റർ ആവും, അല്ലെ മരിക്കും, അല്ലെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. അതല്ലാതെ വേറെ ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നില്ല. പ്രോപ്പർ മെഡിസിൻ ട്രീറ്റ്മെന്റ് അങ്ങനെയൊന്നും ഇതിനകത്തില്ല. അതാണ് ഞാൻ പറയുന്നത് പലരിലോടും നമുക്കറിയാൻ മേലാത്ത കാര്യങ്ങൾ, എവിഡൻസ് ഇല്ലാത്ത പല പല പച്ചമരുന്നുകളും ഇതൊക്കെ അത് എടുക്കാതിരിക്കുക. എന്നുവെച്ചാൽ ഇത് എടുത്തു കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആ പ്രശ്നം പരിഹരിക്കാൻ ഡോക്ടേഴ്സിന് പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാവും. നമ്മൾ എത്രയോ പേരെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു, വലിയ ആവശ്യമുണ്ടോ? ഇപ്പം കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ ഡിസ്ചാർജ് ചെയ്തൊരു കുട്ടി, 17 വയസ്സേ ഉള്ളൂ, വൈറസ് സംബന്ധമായ എന്തോ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ് എന്തോ കഷായം കൊടുത്താണ് പാലക്കാടുള്ള ഏതൊരു വൈദ്യൻ 250 ml കുടിച്ചുള്ളൂ, അതായത് 3-4 ദിവസം കൊണ്ട്. അത് കുടിച്ചു കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് അതിനകത്ത് ഗിലോയ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ഈ ചിറ്റാമൃത്. അത് പിള്ളേരിലൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഗിലോയ് കാരണമുള്ള ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള നല്ല ഡേറ്റ ഉണ്ട്, ഇഷ്ടംപോലെ പബ്ലിക്കേഷൻസ് ഉണ്ട്, നമ്മുടെ വലിയ പബ്ലിക്കേഷൻസ് ഉണ്ട്. അത് കഴിച്ചിട്ട് ഈ കരൾ രോഗം വന്ന് മഞ്ഞപ്പിത്തം വന്നിട്ട് ലിവർ ഫെയിലായി, എന്നിട്ട് ഈ കുട്ടി കോമയിൽ പോയി. എന്നിട്ട് അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് അവർ പ്ലാസ്മ തെറപ്പി ചെയ്തു. അതായത് ചീത്ത പ്ലാസ്മ എടുത്തിട്ട് നല്ല പ്ലാസ്മ കൊടുക്കുന്നത്. എന്നിട്ടും കുട്ടി ബെറ്റർ ആകുന്നില്ല. ഏറ്റവും അവസാനം അവർ പറഞ്ഞു കുട്ടി മരിച്ചു, ഒന്നും ചെയ്യാനില്ല. അപ്പൊ മദർ സെയിം ബ്ലഡ് ഗ്രൂപ്പാണ്. അപ്പൊ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. നമ്മൾ 10 മണിക്കൂറിനുള്ളിൽ മദറിന്റെ ലിവറിന്റെ ഒരു ഭാഗം കുട്ടിക്ക് കൊടുത്തു, ബാഡ് ലിവർ മുഴുവൻ പുറത്തു വന്നു. കഴിഞ്ഞ ആഴ്ച കുട്ടി തിരിച്ച് വീട്ടിൽ നടന്നുപോയി, പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ്. അങ്ങനെ ജീവൻ രക്ഷിച്ചു. പക്ഷേ അവിടെ 20 ലക്ഷം അവർക്ക് ചിലവായത്. ആ കഷായം എത്രയാ, ചിലപ്പോൾ 200 രൂപയായിരിക്കും. ആ കഷായം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഈ കുട്ടി നോർമലായിരുന്നേനെ, കരൾ മാറ്റിയൊക്കെ ശസ്ത്രക്രിയയുടെ ആവശ്യം പോലും ഇല്ലായിരുന്നു. അപ്പം ചില ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നമ്മൾ ഈ ആയുർവേദത്തിനെതിരൊക്കെ പറയുന്നത് ആയുർവേദക്കാർ ഇപ്പൊ ടോപ്പായി നിൽക്കുന്നവരല്ലേ, അതായത് നമ്മുടെ ബിസിനസ് കുറയുന്നു, അവരുടെ ബിസിനസ് കൂടുന്നു എന്നുള്ള രീതിയിലല്ലേ. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഇവന്മാര് കാരണം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് കിട്ടുന്നത്. അതായത് ഇവരിങ്ങനെ ബിസിനസ് നമുക്ക് തരികയാണ്, 20 ലക്ഷത്തിന്റെ ബിസിനസ് ഒക്കെയാണ് തരുന്നത്. നമുക്ക് ആ ബിസിനസ് വേണ്ടാന്ന് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ആയുർവേദം യൂസ് ചെയ്യാതിരുന്നാൽ ഞങ്ങൾക്ക് ബിസിനസ് കിട്ടുന്നില്ല, ആ ബിസിനസ് ഞങ്ങൾക്ക് വേണ്ട. നിങ്ങളിപ്പം ആയുർവേദക്കാരെ കൂടുതൽ ബിസിനസ് നിങ്ങൾക്ക് കൊടുക്കണോ, കൊടുത്തോ. അതുപോലെ തന്നെ മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റലിൽ ബിസിനസ് കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്നത് ഇതാണ് ഈ പ്രിവെന്റീവ് ഹെപ്പറ്റോളജി. വേണ്ടാത്ത കാര്യം ചെയ്ത് വേണ്ടാത്ത പ്രശ്നങ്ങൾ വിളിച്ചു വരുത്താതിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്. ശരിക്കും ഇവിടെ ഇന്ത്യയിൽ മാത്രമല്ല, ഇതര വൈദ്യങ്ങളുടെ വലിയ ഇഷ്യൂ എല്ലായിടത്തും ഉണ്ട്. US-ലുണ്ട്, യൂറോപ്പിലുണ്ട്, ചൈനയിലെ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡി 2019 വന്നത് പറയുന്നത് അവിടെ ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചറി, മരുന്നുകൾ മൂലമുള്ള കരൾ രോഗങ്ങൾ വരുന്നത് നമ്പർ 1 കാരണം ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ ആണ്. അത് അവരവിടെ എടുത്തു പറയുന്നുണ്ട്. അവിടെ ചെയ്ത സ്റ്റഡി ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറഞ്ഞ നല്ലൊരു ജേർണലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആയുർവേദം മൂലം കരൾ രോഗം വന്നെന്ന് ഒരു പബ്ലിഷ് ചെയ്താൽ അടുത്ത ദിവസം എനിക്ക് FIR-ഉം കോടതി കേസും മുൻകൂർ ജാമ്യമൊക്കെ എടുക്കേണ്ട ഗതികേടാണ്. അപ്പൊ കാര്യം ഇന്ത്യയും ഞാൻ ഏകദേശം ഒരുപോലെയാണ് ഈ ഇതര വൈദ്യങ്ങളിലും. അവിടെ കുറച്ചുകൂടെ ഔട്ട്ലുക്ക് ഡിഫറെന്റ് ആണ്. അതായത് അവിടെ നമുക്ക് എവിഡൻസ് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഫ്രീഡവും ആ എവിഡൻസ് ശരിക്കും നോക്കി കണ്ടറിഞ്ഞുള്ള മാറ്റങ്ങൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഇവിടെ അത് ഒരിക്കലും ഇല്ല. ഇവിടെ ഞാനൊരു ആയുർവേദം ശരിയല്ല എന്ന് പറഞ്ഞ അപ്പൊ തന്നെ ഗോ ടു പാകിസ്ഥാൻ എന്ന് പറയുന്നത്. എന്റെ അടുത്ത് അങ്ങനെ പറയുന്നത്, ഗോ ടു പാകിസ്ഥാൻ. നമ്മളൊരു ആന്റി നാഷണൽ ആണ്. പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ലേ ഇതിനെതിരെ പ്രതികരിച്ചതുകൊണ്ട്? കുറെ പ്രശ്നങ്ങൾ. യെസ്. എപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെതിരെ പ്രതികരിക്കണം തോന്നി തുടങ്ങിയത്? അത് 2017 ഞാൻ ഇവിടെ വന്ന് ശരിക്കും പ്രാക്ടീസ് തുടങ്ങിയത്, ഇൻഡിപെൻഡന്റ് ആയിട്ട്, കൺസൾട്ടന്റ് ആയിട്ടേ. അപ്പൊ ആ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് ഈ പറഞ്ഞ പോലെ സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റ്, ഈ ഗട്ട് മൈക്രോബയോം എന്ന് പറയും, നമ്മുടെ ശരീരത്തിലുള്ള അണുക്കളെ മാറ്റുന്നതിന്റെ ചികിത്സകൾ. അതാണ് എന്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. പക്ഷേ നമ്മൾ ഞാനിപ്പോൾ ആൽക്കഹോൾ ലിവർ ഡിസീസ് വർക്ക് ചെയ്യാനാണ് എന്റെ താല്പര്യമൊക്കെ എങ്കിലും നമ്മൾ നോക്കുമ്പോൾ പല പല വ്യക്തികളിൽ ഈ മഞ്ഞപ്പിത്തവും ഹെപ്പറ്റൈറ്റിസ് ഒക്കെ ആയിട്ട് വരുന്നവരിൽ കാരണങ്ങളൊന്നും നമ്മൾ കണ്ടുപിടിക്കുന്നില്ല. ഏറ്റവും അവസാനം കാരണങ്ങൾ കണ്ടുപിടിച്ചത് ഇതൊക്കെയായിരുന്നു, ആയുർവേദവും ഹോമിയോപ്പതിയും സിദ്ധയും അങ്ങനത്തെ മരുന്നുകളൊക്കെ എടുത്തിട്ടുള്ള കരൾ രോഗങ്ങൾ. അപ്പൊ അതിനകത്ത് പിള്ളേരുണ്ട്, ചെറിയ പിള്ളേർക്കും ഈ പ്രശ്നങ്ങൾ വരുന്നു. അതിൽ ചില കുട്ടികൾ മരിക്കുന്നു, ചില കുട്ടികൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരുന്നു, ചില കുട്ടികളുടെയൊക്കെ ലൈഫ് പിന്നെ
ഒരു കുട്ടി ഉണ്ടായിരുന്നു. അതായത് ഒരു പേഷ്യന്റിന്റെ എൻ്റെ ഒരു പേഷ്യന്റ് എനിക്ക് തോന്നുന്നു ഏകദേശം 9-10 വയസ്സായിരുന്നു. 2017 ഞാൻ PVS ആദ്യം ജോയിൻ ചെയ്തപ്പം കണ്ട ഒരു കുട്ടി. ആ കുട്ടിക്ക് എന്തോ ഒരു വെയിറ്റ് കൂടാൻ വേണ്ടിയോ എന്തിനോ വേണ്ടി അവർ ഈ അശ്വഗന്ധാദി ലേഹ്യം കൊടുത്തു, അശ്വഗന്ധയുടെ. അത് കൊടുത്തു കഴിഞ്ഞ് ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് മഞ്ഞപ്പിത്തം തുടങ്ങി. ആ മഞ്ഞപ്പിത്തത്തിന്റെ കൂടെ ഭയങ്കര ചൊറിച്ചില്. ചില മഞ്ഞപ്പിത്തത്തിന്റെ കൂടെ ഈ ജോണ്ടിസിന്റെ കൂടെ ചൊറിച്ചിൽ വരും. അതിനാണ് നമ്മൾ കോളിസ്റ്റാറ്റിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. അതായത് ലിവർ കോശങ്ങളെ മാത്രമല്ല ഡാമേജ് വരുന്നത്, ലിവറിലുള്ള ഈ ബൈൽ കോശങ്ങളിലും പിത്തനാടുകളിലൊക്കെ ഡാമേജ് വരും ഈ പച്ചമരുന്ന് കാരണം. അപ്പൊ അശ്വഗന്ധ അതിന്റെ ഒരു വലിയ സംഭവമാണ്. അശ്വഗന്ധയിൽ വരുന്ന ഒരു പ്രത്യേകതരം ലിവർ ഡാമേജ് ആണ് ഈ കോളിസ്റ്റാറ്റിക് ഹെപ്പറ്റൈറ്റിസ്. ലിവർ കോശങ്ങളല്ലാതെ ബൈൽ കോശങ്ങളും പിത്തനാടുകളും ഡാമേജ് ആകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബൈല് ലിവറിനകത്ത് തങ്ങി നിൽക്കും, ബൈൽ ഫ്ലോ നിന്നുപോകും. ആ ബൈല് തങ്ങി നിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് മഞ്ഞപ്പിത്തം വരികയും ഭയങ്കര ചൊറിച്ചിൽ വരും. ആ ചൊറിച്ചിൽ എന്ന് പറഞ്ഞാൽ ചെറിയ ചൊറിച്ചിലൊന്നുമല്ല. നമ്മൾ എത്രമാത്രം അലർജിയുടെ മരുന്ന് കഴിച്ചാലും എത്ര ചൊറിഞ്ഞാലും നമുക്ക് ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അത്രയ്ക്ക് സിവിയർ ഇച്ചിങ് ആണത്. ഈ കുട്ടിയില് അവരെത്ര മരുന്ന് കൊടുത്തിട്ടും എന്തൊക്കെ ചെയ്തിട്ടും ഈ ഇച്ചിങ് എന്ത് ചെയ്താൽ കുറയുന്നില്ല. ഒരു ലെവലായപ്പം കുട്ടി തന്നെ പറയാണ് എന്നെ അങ്ങ് കൊന്നേക്കാൻ. അതായത് നമുക്ക് സൂയിസൈഡൽ ടെൻഡൻസീസ് വരും ഭയങ്കരമായിട്ട്, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയുമ്പോൾ. അപ്പൊ ഈ കോളിസ്റ്റാറ്റിക് ഹെപ്പറ്റൈറ്റിസിൽ ഈ ചൊറിച്ചിൽ വരുന്ന തരത്തിലുള്ള ജോണ്ടിസ്, മഞ്ഞപ്പിത്തം വരുമ്പം ആൾക്കാർക്ക് മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് വരും. അവർക്ക് എവിടുന്നേലും എടുത്ത് ചാടണം, മരിക്കണം എന്നൊക്കെ ഉള്ള ഒരു ചിന്ത വരും. ഈ ചെറിയ കുട്ടിക്ക് അങ്ങനത്തെ ചിന്ത വന്നു തുടങ്ങി. നമ്മൾ എന്ത് ചെയ്തു? പ്ലാസ്മ എക്സ്ചേഞ്ച് ചെയ്തു. പ്ലാസ്മ എക്സ്ചേഞ്ച് ചെയ്തപ്പോഴത്തേക്ക് ഈ ചൊറിച്ചിലുണ്ടാക്കുന്നത് ബൈൽ ആസിഡ് എന്ന് പറയുന്ന ഒരു കെമിക്കലാണ്. ഈ ലിവറിൽ ഡാമേജ് വരുമ്പോൾ ബൈൽ ആസിഡിന്റെ അംശം ബ്ലഡിൽ കൂടും. അത് കാരണമാണ് ഈ ചൊറിച്ചിൽ വരുന്നത്. അപ്പൊ നമ്മൾ പ്ലാസ്മ തെറാപ്പി ചെയ്യുമ്പോഴത്തേക്ക് ബൈൽ ആസിഡ് കുറയുന്നതനുസരിച്ച് ചൊറിച്ചിലും കുറയും. അപ്പൊ അത് പലതവണ 8-10 സെഷൻസ് ചെയ്തിട്ട് നമ്മൾ ബൈൽ ആസിഡ് കുറച്ച് ആ കുട്ടിയുടെ ചൊറിച്ചിൽ കംപ്ലീറ്റ്ലി മാറ്റി, മഞ്ഞപ്പിത്തം മാറ്റി, പിന്നെ വിട്ടു ആളെ. പക്ഷെ ഞാൻ നോക്കുമ്പോൾ കുട്ടികൾ ബുദ്ധിമുട്ടുന്നു ഇങ്ങനത്തെ ഇതര വൈദ്യങ്ങൾ കാരണേ. അവിടെ നമ്മുടെ മൈൻഡ് മാറി. അപ്പൊ നമ്മളൊരു OP ഇരുന്ന് വെറുതെ രോഗികളോട് സംസാരിച്ച് വെറുതെ അവർക്ക് മരുന്ന് എഴുതി കൊടുക്കുന്ന നല്ല ഡോക്ടറിന്റെ ശരിക്കുള്ള ആ വേർഡിന്റെ, ആ പദത്തിന്റെ അർത്ഥം അന്നാണ് പുറത്തു വന്നത്. ശരിക്കും എന്റെ ലൈഫിൽ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ടീച്ചർ എന്നാണ്. നമ്മൾ ടീച്ച് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ടീച്ചിങ് എന്ന് പറയുന്ന OP മാത്രമല്ല, OPയുടെ പുറത്തോട്ടും പോയി. OPയുടെ പുറത്തു പോയി ഏറ്റവും നല്ല ചാനൽ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. അപ്പൊ അതിലൂടെ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അവയർനെസ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് പിള്ളേരിൽ ബുദ്ധിമുട്ട് വന്ന് ഫാമിലീസ് ബ്രോക്കൺ ആയി, ഫാമിലീസിൽ പ്രശ്നങ്ങളും ഫിനാൻഷ്യൽ ക്രൈസിസും ഇതെല്ലാം ഈ ഇതര വൈദ്യങ്ങൾ കാരണം വരുന്നവരുടെ അതിലൊരു ബ്രേക്ക് അടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പല കുട്ടികളും പല ആൾക്കാരിലും നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അതായത് ഈ പച്ചമരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ചില്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റോ ഇങ്ങനത്തെ ഹോസ്പിറ്റലൈസേഷനോ ലിവർ ബയോപ്സിയോ ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. അപ്പൊ അങ്ങനെ അത്രമാത്രം കോസ്റ്റും കുറേ ആൾക്കാരുടെ. അപ്പൊ ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് നമ്മൾ ഇതിനെതിരെ ഞാൻ പറയുന്നില്ല, ഇത് ആൾക്കാർക്ക് നല്ലതിനു വേണ്ടി ചെയ്യുന്നതാണ്. നമ്മൾ ടീച്ചറാണ്, അല്ലാതെ ഞാൻ പട്ടാളക്കാരനോ വക്കീലൊന്നും അല്ല. ഞാൻ ടീച്ചർ, ഡോക്ടർ എന്ന് പറഞ്ഞാൽ ടീച്ചറാണ്. എല്ലാ ഡോക്ടേഴ്സും ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഈ നാട് നന്നാവും. പക്ഷെ പലരും ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ, പേടിയാണ്. അതെ. ഇപ്പൊ ഡോക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കാം. എനിക്ക് തോന്നുന്നു ഈ സാധാരണ ആൾക്കാർക്ക് ഇതിൽ ബോധവൽക്കരണം കൊടുക്കുന്നതിന് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഡോക്ടേഴ്സിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായി വരേണ്ടത്. കാരണം പല മോഡേൺ മെഡിസിൻ പ്രാക്ടീഷണേഴ്സും ഇങ്ങനത്തെ എന്താ പറയാ ആയുർവേദ സപ്ലിമെന്റ്സും അതും ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. പല സിംറ്റംസ് മാറാനും ആയുർവേദ മരുന്നുകൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ സൊസൈറ്റിനെ ഒരു തെറ്റായ ദിശയിലേക്കല്ലേ നയിക്കുന്നത്? അത് ഇപ്പം നമ്മുടെ റിച്ചർഡ് ഫെയ്ൻമാൻ എന്ന് പറഞ്ഞൊരു വലിയ പ്രൊഫസർ ഓഫ് ഫിസിക്സ് ഉണ്ടല്ലോ, അദ്ദേഹം മരണപ്പെട്ടു പോയി. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഫെയ്ൻമാൻ സൊസൈറ്റി അദ്ദേഹത്തിന്റെ പല കോട്ട്സ് ഒക്കെ ഇറക്കുന്നതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞാന്ന് തോന്നിയത്, യു ക്യാൻ ഹാവ് എ PhD ബട്ട് സ്റ്റിൽ ബി ആൻ ഇഡിയറ്റ്. അപ്പം ഈ ഡോക്ടർ എന്ന് നമ്മളിപ്പം MD MBBS DM ഇതൊക്കെ എടുത്തെങ്കിലും നമ്മളൊരു ഡോക്ടറിനെ പോലെയോ ഒരു ലോജിക്കലോ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള തിങ്കിങ് സ്കിൽസ് ഒന്നും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ പറഞ്ഞുതരാം, ഇവിടുത്തെ ഡെർമറ്റോളജിസ്റ്റ് സ്കിൻ ഡിസീസ് ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാര്, അതെ, ഞാനൊരു അതിനെപ്പറ്റി ഒരു പോസ്റ്റ് വിട്ടായിരുന്നു. ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ കുറ്റം പറയല്ല, പക്ഷേ ഡെർമറ്റോളജി പ്രാക്ടീസ് ചെയ്യുന്ന ചിലവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇവർ ഏറ്റവും കൂടുതൽ ഈ ഡയറ്ററി സപ്ലിമെന്റ്സ് എഴുതുന്ന ഒരു കൂട്ടം ഡോക്ടേഴ്സാണ് ഡെർമറ്റോളജിസ്റ്റ്. ഈ മുടി വളരാനും നഖം വളരാനും സ്കിന്ന് ഗ്ലോ ചെയ്യാന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായിട്ട് ഇഷ്ടം പോലെ സപ്ലിമെന്റ്സ് എഴുതുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പൊ ഡെർമറ്റോളജിസ്റ്റ് മുതൽ ഓർത്തോപീഡിക്സ്, സർജൻസ്, ഫിസിഷ്യൻസ്, എന്തൊരു ഗ്യാസ്ട്രോളജിസ്റ്റ് ഇഷ്ടം പോലെ എഴുതുന്നുണ്ട്. എന്റെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന പല കൊളീഗ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഇതുപോലെ തന്നെ ഈ ഹെർബൽ സപ്ലിമെന്റ്സ്, ഡയറ്ററി സപ്ലിമെന്റ്സ്, ആയുർവേദം ഇതൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട് പേഷ്യൻസിലെ. അപ്പൊ അവരിതൊക്കെ ചെയ്യുമ്പോൾ അവർ അറിയേണ്ടത്, ഇതിനകത്ത് എവിഡൻസ് ഒന്നുമില്ല ഇതൊക്കെ യൂസ് ചെയ്യാനോ പ്രിസ്ക്രൈബ് ചെയ്യാനോ.
രണ്ട്, ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇതൊന്നും ചീപ്പ് ആയിട്ടുള്ള സപ്ലിമെന്റ്സ് ഒന്നുമില്ല, ഭയങ്കര എക്സ്പെൻസീവ് സപ്ലിമെന്റ്സ് ആണ്. ഇതൊക്കെ ചെയ്ത പേഷ്യന്റിന്റെ ഗുണവും കിട്ടുന്നില്ല, അവർക്ക് ചിലപ്പോൾ അതിന്റെ ദോഷം കിട്ടുന്നു. ആ ദോഷം കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ പൈസ കൂടുതൽ പോകുന്നു. ഡോക്ടേഴ്സ് ശരിക്കും എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് വേണം. പക്ഷെ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് പറയുമ്പോഴത്തേക്ക് ചിലവരുടെ വിചാരം എന്തോ മോഡേൺ മെഡിസിൻ എന്തോ ആൾക്കാരെ ബ്രെയിൻ വാഷ് ചെയ്ത് സയൻസ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ബാക്കിയെല്ലാം തെറ്റാണ്, ഒരു റിഡക്ഷനിസ്റ്റ് അപ്രോച്ച് എന്ന് പറയും. പക്ഷേ ഹെൽത്ത് കെയറിൽ എനിക്ക് തോന്നുന്ന ആ അപ്രോച്ച് കറക്റ്റ് ആണ്. ബിക്കോസ് നമുക്ക് ഇപ്പോഴും ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് എന്താണോ അത് ചെയ്യുക. ചിലപ്പം അതിനകത്ത് മാറ്റങ്ങൾ ഫ്യൂച്ചറിൽ വരാം. മാറ്റങ്ങൾ വരുന്നതനുസരിച്ച് നമ്മൾ അതുപോലെ മാറണം. ഇപ്പൊ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, എൻ്റെ ഫാദറിന്റെ, അദ്ദേഹം ഗാസ്ട്രോളജിസ്റ്റാണ്, എൻ്റെ ഫാദറിന്റെ 1981, ഞാൻ ഉണ്ടായിട്ട് പോലുമില്ല, 1981 ഒരു പ്രിസ്ക്രിപ്ഷൻ, അന്ന് അദ്ദേഹം കൂത്താട്ടുകുളം ദേവമാത ഹോസ്പിറ്റലിൽ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് വേണ്ടി അദ്ദേഹം എഴുതി കൊടുത്ത പ്രിസ്ക്രിപ്ഷൻ ഇപ്പോഴും എൻ്റെ ഇരിപ്പുണ്ട്. അതില് അദ്ദേഹം കൊടുത്തേക്കുന്നത് ഫിലാൻഡസ് നിരൂരിയാണ്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ കിഴാനെല്ലില്ലേ, അന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല ഹെപ്പറ്റൈറ്റിസ് ബിനെ എങ്ങനെ ചികിത്സിക്കണമെന്നേ. അപ്പൊ അന്ന് ആ സമയത്ത് ആൾക്കാർ കൊടുത്തുകൊണ്ടിരുന്നത് കിഴാനെല്ലിയായിരുന്നു, അതിന്റെ ടാബ്ലറ്റ്സ് ഒക്കെ ആയിരുന്നു. അതും വേറെ സ്ഥലത്തു നിന്നൊക്കെ വരുത്തി കൊടുക്കണമായിരുന്നു ടാബ്ലറ്റ്സ്, ഇവിടുന്ന് അവൈലബിൾ പോലും അല്ലായിരുന്നു. അപ്പൊ അന്ന് അദ്ദേഹം അത് എഴുതി. പക്ഷെ ഇന്ന് അദ്ദേഹം അത് എഴുതുന്നുണ്ടോ? ഇല്ല. ഇന്ന് അദ്ദേഹം എഴുതുന്നത് എന്താണ്? ടെനോഫോർ ആൽഫനമൈഡ്, ഏറ്റവും ലേറ്റസ്റ്റ് മോസ്റ്റ് ഇഫക്റ്റീവ് ഡ്രഗ് ആണ് ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് ബിയിൽ. അതാണ് ശരിക്കും സയൻസ്, അതാണ് ശരിക്കും എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്. അപ്പം അതനുസരിച്ച് നമ്മളും ചേഞ്ച് ചെയ്യണം. അപ്പൊ ഇപ്പോഴത്തെ ഈ ഡോക്ടേഴ്സും പല മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സിനും ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങോ, അതുപോലെ പേഷ്യൻസിന് വേണ്ടി നമ്മൾ ഇത് മാറണം, അല്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം, നമ്മൾ നല്ല കാര്യങ്ങൾ കൂടുതൽ പേഷ്യൻസിന് വേണ്ടി എവിഡൻസ് ബേസ്ഡ് കെയർ കൂടെ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഫീലേ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഡോക്ടേഴ്സിന് ഈ മെഡിക്കൽ പ്രാക്ടീസ് ഒരു ജോലിയാണ്, എല്ലാവർക്കും ജോലിയാണ്, നമുക്ക് ജോലി ആവശ്യമുണ്ട്. പക്ഷെ ഈ മെഡിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്ന ജോലിക്കകത്തുണ്ടല്ലോ കുറച്ച് മനുഷ്യത്വം കൂടെ നമ്മൾ വെക്കണം. അതായത് എൻ്റെ മകനോ മകൾക്കോ മഞ്ഞപ്പിത്തം വന്നാൽ ഞാൻ കിഴനെല്ലി കൊടുക്കുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് വേറൊരാളുടെ മകനോ മകൾക്കോ വേറൊരാൾക്കോ മഞ്ഞപ്പിത്തം വന്നാൽ ഞാൻ കിഴനെല്ലി കൊടുക്കില്ല. വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് ആ കാര്യം ചെയ്യത്തുള്ളൂ. ഇപ്പൊ ഡോക്ടർമാരും പേഷ്യൻസിനെ അതുപോലെ തന്നെ ഡീൽ ചെയ്യണം. സ്വന്തം ഫാമിലിക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണോ നമ്മൾ ഇവർക്കും ചെയ്യുന്നത്? ഇവര് സ്ട്രേഞ്ചർ ആവാം, പക്ഷെ ഒരു പേഷ്യന്റ് പറഞ്ഞാൽ നമ്മൾ അറിയാത്ത ഒരാളാണ്, ഒരു വ്യക്തി നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അവരെ നമ്മുടെ അടുത്ത് വരുവാണ്, നമ്മളാണ് പിന്നെ അവരുടെ റെസ്പോൺസിബിൾ. അപ്പൊ നമ്മൾ ഫാമിലിക്ക് റെസ്പോൺസിബിൾ അല്ലേ, അതുപോലെ നമ്മൾ പേഷ്യൻസിന് റെസ്പോൺസിബിൾ ആണ്. അപ്പൊ അവരെ ഹാം ചെയ്യുന്ന കാര്യങ്ങളും അവർക്ക് വേണ്ടാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത്. ഈ അനാവശ്യമായിട്ടുള്ള ഈ ആയുർവേദവും ഹെർബൽ സപ്ലിമെന്റ്സും ഡയറ്ററി സപ്ലിമെന്റ്സ് എഴുത്തും ഇതൊക്കെ നിർത്തണം. എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള മരുന്നുകളും ആവശ്യമുണ്ടെങ്കിൽ മാത്രം മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ഡോക്ടറിന്റെ ജോലി മരുന്ന് എഴുതുകയല്ല. ഇത് വില്യം ഓസ്ലർ പറഞ്ഞാണ്, ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഡ്യൂട്ടി ഓഫ് എ ഡോക്ടർ is to tell the patient not to take medicine. അതായത് ഇപ്പം ഫാറ്റി ലിവർ ഡിസീസ് എന്ന അസുഖം ജീവിതശൈലിയിൽ വരുന്ന ഒരു അസുഖമാണ്. അതിന് വേണ്ടത് ജീവിതശൈലിയിലെ മാറ്റങ്ങളാണ് ആദ്യമേ ഫസ്റ്റ് സ്റ്റെപ്പ്. പക്ഷെ ഇവിടുത്തെ ഡോക്ടർമാർ എന്ത് മരുന്ന് എഴുതി കൊടുക്കുന്നത്? ഒരു ഫാറ്റി ലിവറിന് അൾട്രാസൗണ്ടിൽ കണ്ട ആ പേഷ്യന്റിന് മിനിമം 5 ഗുളിക കിട്ടും. മിനിമം ഒരു ഫിസിഷ്യനോ ഒരു സ്പെഷ്യലിസ്റ്റ് ഒക്കെ മിനിമം 5 ഗുളിക എഴുതി കൊടുക്കുന്നത്. എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ആ ഗുളിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഇവരുടെ വെയിറ്റ് ലോസിനും ഇവരുടെ ഡയറ്റിനും ഇവരുടെ എക്സസൈസിനും ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് 3 മാസം കൊണ്ട് ലിവർ ഫംഗ്ഷൻസ് നോർമലായി ഡയബറ്റീസും കൺട്രോൾ ആയി, ഒരു മരുന്നും ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ എത്തിക്കലി മോറലി മനുഷ്യത്വത്തോടെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇതുപോലത്തെ അൺനെസസറി ആയിട്ടുള്ള ഈ ഇതര വൈദ്യങ്ങളുടെ ഒരു ഇന്റർവെൻഷൻ ഉണ്ടല്ലോ, ചിലപ്പോൾ മോഡേൺ മെഡിസിൻ ഡോക്ടർ ചെയ്യുന്നത്, അതൊക്കെ അങ്ങ് നിൽക്കും, തനിയെ നിന്നോളൂ. ഒറ്റ കാര്യം കൂടി, ഈ എവിഡൻസ് ബേസ്ഡ് മെഡിസിനെ പറ്റി ഡോക്ടർ പറഞ്ഞത്, ശരിക്കും ഈ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറയുമ്പോൾ പലർക്കും കുറെ ലോങ് ലിസ്റ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് ലൈക്ക് ലാബ് ടെസ്റ്റോ അതും ഇതൊക്കെ ചെയ്യലാണെന്ന് തോന്നുന്നു. ശരിക്കും അത് മാത്രമാണ് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ? ഈ ലോങ് ലിസ്റ്റ് ഓഫ് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഈ ലോങ് ലിസ്റ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് ലാബ് ടെസ്റ്റിംഗ് ഇല്ലേ, അത് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ അല്ല, അതിന്റെ പേരാണ് ഫങ്ഷണൽ മെഡിസിൻ. ആൾക്കാർ അറിഞ്ഞിരിക്കണം. ഭയങ്കര ഒരു ഫ്രോഡ് പരിപാടി നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടക്കുന്നുണ്ട്, പയ്യെ വളർന്നു വരുന്നുണ്ട്. അത് മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് തന്നെയാണ് ചെയ്യുന്നതും. ഇപ്പം BAMS-ഉം BHMS-ഉം ഒക്കെ എടുത്ത വ്യക്തികളും അല്ലാതെ MBBS എടുത്ത വ്യക്തികളും ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണ് ഫങ്ഷണൽ മെഡിസിൻ. അത് കംപ്ലീറ്റ് ഫ്രോഡാണ്. അതില് ഒരു എവിഡൻസും ഇല്ല, ഒന്നുമില്ല. അത് ഇതുപോലെ ഹെവി ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. അവർ ബ്ലഡിനകത്ത് ഹെവി മെറ്റൽസ് അളക്കും, സ്റ്റൂളിനകത്ത് ബാക്ടീരിയയുടെ ഇതൊക്കെ നോക്കും. അതുകൂടാതെ പല ടൈപ്സ് ഓഫ് അലർജി ടെസ്റ്റ് ചെയ്യും. വേണ്ടാത്ത കുറെ ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിനകത്ത് കുറെ സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ തന്ന് ചികിത്സിക്കുന്ന സംഭവമാണ് ഫങ്ഷണൽ മെഡിസിൻ. അപ്പൊ ഈ ഭയങ്കര ഹെവി ടെസ്റ്റിങ്ങും ഇൻവെസ്റ്റിഗേഷൻസും ഒക്കെ ചെയ്യുന്നത് ഫങ്ഷണൽ മെഡിസിൻ ആണ്, എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ അല്ല. എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ തന്നെ ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ, എന്റെ അടുത്തൊരു ഫസ്റ്റ് ടൈം ഞാൻ കാണുകയാണ്, ഒരു വ്യക്തി വന്നു, മഞ്ഞപ്പിത്തമുണ്ട്, ബിലിറൂബിൻ 10.
അപ്പൊ ഞാൻ നോക്കുമ്പോൾ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് രോഗലക്ഷണമാണ്. ഈ മഞ്ഞപ്പിത്തം എന്തുകൊണ്ട് വന്നു? അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു, ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട്, ഇ ഉണ്ട്, നമ്മൾ കോമൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ആദ്യം നോക്കും. പിന്നെ മദ്യപാനം ഉണ്ടോ എന്ന് നോക്കും. അപ്പൊ ആള് പറയാ മദ്യപിക്കുന്നുണ്ട്, ലാസ്റ്റ് മദ്യപിച്ചത് ഒരാഴ്ച മുമ്പാണ്, ഹെവി ഡ്രിങ്കിങ് ആയിരുന്നു പറയുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ വൈറസസ് ഒക്കെ നെഗറ്റീവ്, വേറെ ഇതര വൈദ്യങ്ങളോ വേറെ മോഡേൺ മെഡിസിൻസ് ഒന്നും കഴിക്കുന്നില്ല, ഈ മദ്യം മാത്രമാണ് ഇദ്ദേഹത്തിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി. അപ്പം മദ്യം മൂലമുള്ള കരൾ വീക്കം കാരണം വന്ന ജോണ്ടിസ് വളരെ ക്ലിയർ കട്ടാണ്. ഇതിനകത്തെല്ലാം ഒരു ഫ്ലോ ചാർട്ട് വരെയാണ്. നമ്മുടെ ഈ മെഡിസിൻ എന്ന് പറയുന്നത് മാത്സ് വരെയാണ് ഞാൻ പറയുന്നത്. 1+1 = 2, അല്ലാതെ 1+1 = 3 അല്ല. നമുക്ക് പേഷ്യന്റിനെ നോക്കി പേഷ്യന്റിന്റെ ക്ലിയർ കട്ട് ഹിസ്റ്ററി എടുത്ത് ആവശ്യമുള്ള ടെസ്റ്റുകൾ ചെയ്താൽ നമുക്ക് നമ്മുടെ തലയൊരു ഡയഗ്നോസ് ഉണ്ടല്ലോ, അത് കൺഫേം ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ വേറെ ഡയഗ്നോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയല്ല. ഈ ഡോക്ടർമാരിൽ പലർക്കും ഒരു പ്രശ്നം വരുന്നത്, അവര് എല്ലാം ചെയ്തിട്ട് അതിനകത്തുനിന്ന് എന്തൊക്കെയാണ് പുറത്തു വന്നെന്നാണ് കണ്ടുപിടിക്കുന്നത്. അതായത് റിവേഴ്സ് അപ്രോച്ചാണ്. കുറെ ടെസ്റ്റ് ചെയ്യും, അതിനകത്ത് കുറെ സാധനം പോസിറ്റീവ് ആയിരിക്കും, അപ്പൊ അതിന്റെ ബേസിസിൽ ഡയഗ്നോസ് ചെയ്യണം. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ആദ്യമേ നമ്മുടെ മനസ്സിൽ ഒരു ഡയഗ്നോസ് അല്ല 1-2 ഡയഗ്നോസ് ഉണ്ട്, ആ ഡയഗ്നോസ് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യുന്നത്. അതാണ് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ. നേരെ തിരിച്ചു ചെയ്യുന്ന ഡോക്ടേഴ്സ് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ അല്ല പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം ഈ ശരിക്കുള്ള മെഡിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻസ് അല്ല. ശരിക്കുള്ള മെഡിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് പേഷ്യന്റ് പറയുന്നത് എന്താണെന്ന് കേട്ട് കണ്ട് അറിഞ്ഞ് ചെയ്യുന്ന ടെസ്റ്റ് ചെയ്ത് അതിനകത്തുനിന്ന് വരുന്ന ഔട്ട്പുട്ടിൽ അത്യാവശ്യമുള്ള മരുന്നുകൾ കൊടുക്കുക, അല്ല മരുന്നിന്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് അത് ചെയ്യാന്നുള്ളതാണ് ശരിക്കും എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ. അത് എനിക്ക് തോന്നുന്നത് പല ഡോക്ടേഴ്സും ഇപ്പോഴും ആ ഒരു മൈൻഡ്സിലോട്ട് വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഡോക്ടേഴ്സിന് വിചാരം അവരിപ്പം പുറത്തിറങ്ങി ഒരു ബിസിനസ് മാതിരിയാണ്, ഒരു ജോബ്. ഇത് ഇത്രമാത്രം പേഷ്യൻസിനെ കണ്ട് ഇത്രമാത്രം പ്രിസ്ക്രൈബ് ചെയ്ത് ഇത്രമാത്രം പൈസ ഉണ്ടാക്കിയാൽ ഡോക്ടേഴ്സിന് കംഫർട്ടബിൾ ആവണം. പക്ഷേ എത്തിക്കൽ പ്രാക്ടീസ് ചെയ്താൽ കംഫർട്ടബിൾ ആവാന്നേ. എന്ന് വെച്ചാൽ നമുക്ക് അതുപോലെ തന്നെ പേഷ്യന്റ് ടേൺ ഓവറും പേഷ്യന്റ് ലോഡും വരും. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറും അനാവശ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറും തമ്മിലുള്ള ഡിഫറൻസ് ഭയങ്കരമാണ്. അതായത് അനാവശ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറിന് ഇഷ്ടംപോലെ പൈസ കിട്ടുമായിരിക്കാം, പക്ഷേ ആ പ്യൂരിറ്റി ഓഫ് വർക്ക് ഉണ്ടല്ലോ അത് ഒട്ടും ഇല്ല അവിടെ. ഇപ്പൊ ഞാൻ തന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു OP ബേസ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഡീപ് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയും. അതായത് പേഷ്യൻസ് പല ഡോക്ടർമാരെയും കണ്ട് നമ്മുടെ OP വരുമ്പം ഒരു 10-12 ഗുളികളായിട്ടായിരിക്കും അവർ വരുന്നത്. അപ്പം ഒരു 2-3 മാസം ഇത്രയും ഗുളികൾ കഴിക്കുന്ന വ്യക്തികൾ ഞാനത് നോക്കി കണ്ട് ഏറ്റവും അത്യാവശ്യം ശരിക്കും 2 ഗുളിക കാണത്തുള്ളൂ. അപ്പൊ അത്ര ആക്കി കൊടുത്ത് വിടുകയാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് വലിയ പൈസ ഒന്നും കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ ഉള്ള പൈസ കൂടെ ഞാൻ കളയാണ്. 2 കൂടെ എഴുതി കൊടുത്ത് എനിക്ക് കുറെ കൂടെ പൈസ കിട്ടിയത്. പക്ഷെ ഞാൻ ഇത്രയും കുറച്ചിട്ടാണ് പേഷ്യന്റ് വിടുന്നത്. പക്ഷേ ആ പേഷ്യന്റിന്റെ ഔട്ട്കംസ് അപ്പൊ അതുപോലെ ആ പേഷ്യന്റ് വേറെ പല പേഷ്യൻസിനെ നമ്മളെടുത്ത് വിടുന്നു. ഇപ്പൊ എന്റെ റെഫറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് റെഫർ ചെയ്യുന്നതല്ല, പേഷ്യൻസിനെ റെഫർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു സിസ്റ്റം നമ്മുടെ നടക്കുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാം, സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാം. എനിക്ക് തോന്നുന്നത് അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഇതിന്റെ കൂടെ ചേർത്ത് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം, ഇപ്പൊ പല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസും മോഡേൺ മെഡിസിൻ പ്രൊമോട്ട് ചെയ്യുന്ന ഹോസ്പിറ്റൽസും അവരുടേതായിട്ടുള്ള ആയുർവേദ വിങ് ഒക്കെ തുടങ്ങുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര മോശം ഒരു കാര്യമല്ലേ സൊസൈറ്റിക്ക് അവർ ചെയ്യുന്നത്? എന്റെ അടുത്ത് ചോദിച്ചാൽ ഇപ്പം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഒക്കെ അല്ലേ, പ്രൈവറ്റ് ആണല്ലോ. അപ്പൊ അവർക്ക് പല ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്, എക്യുപ്മെന്റ്സ്, മെഷീൻസ്, ഡോക്ടേഴ്സ്, സ്റ്റാഫ്, സപ്പോർട്ട് സ്റ്റാഫ്, അങ്ങനെ. അപ്പം ഇതൊക്കെ ഒന്ന് മുതലാക്കണമല്ലോ. അപ്പൊ അവർക്ക് കൂടുതൽ ബിസിനസ് വേണം. അപ്പൊ അങ്ങനെ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവില് ഏറ്റവും നല്ല സംഭവമാണ് ആയുർവേദം, ഹോമിയോപ്പതി ഒക്കെ. അതായത് അതിനകത്ത് പേഷ്യന്റിന് ഗുണമൊന്നുമില്ല, പക്ഷെ ഹോസ്പിറ്റൽസിന് അഡീഷണൽ ചാർജിങ് ചെയ്യാം. വെൽനെസ് എന്ന പേരിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം ഇത് ഈ മെഡിക്കൽ ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് പലരും ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വലിയ ഹോസ്പിറ്റൽസിൽ, മൾട്ടി സ്പെഷ്യൽ ഹോസ്പിറ്റൽസ് ഒക്കെ ഇന്റർനാഷണൽ പേഷ്യൻസ് കുറെ വരും, മിഡിൽ ഈസ്റ്റിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ. അപ്പം അവർ വരുമ്പോൾ നമ്മൾ എന്താണ്, ഒരു പാക്കേജാണ്. അവർ വന്നു, അവർക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, ഹോസ്പിറ്റലിൽ ഇന്ന ടെസ്റ്റുകൾ ചെയ്യുന്നു, ഇന്ന ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നു. അതിന്റെ കൂടെ തന്നെ ഒരു ഹൗസ് ബോട്ടിൽ വിടുന്നു, തിരിച്ചു വന്നൊരു തിരുമ്മല്, കുറച്ച് തൈലമൊക്കെ ചെയ്ത് ഒരു ശിരോധര ഇതൊക്കെ ചെയ്ത് വിടുന്നു. അതിന് ആയുർവേദ ഡിപ്പാർട്ട്മെന്റ് വേണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർക്ക് അഡീഷണലി ചാർജ് ചെയ്യാം. അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ പേഷ്യന്റ് കെയറിൽ 2 കാര്യങ്ങളാണ്. ഒന്ന് ശരിക്കും പേഷ്യന്റ് കെയർ, അതാണ് ഹെൽത്ത് കെയർ. പിന്നെ വേറൊരു സംഭവം ഉള്ളത് ബിസിനസ് ഓഫ് ഹെൽത്ത് കെയർ ഉണ്ട്. അതായത് ഹെൽത്ത് കെയറിന്റെ പേരിൽ ബിസിനസ് ചെയ്യുക. അതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റൽസിനകത്ത്, മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റലിനകത്ത് ഈ സാധനങ്ങൾ ഇരിക്കുന്നത്. അത് പേഷ്യൻസിന് വേണ്ടിയല്ല, അത് ഹോസ്പിറ്റലിന് വേണ്ടിയാണ്. അത് ബിസിനസ്സാണ്. ആ ബിസിനസ് നടത്താൻ വേണ്ടി അവർ പല മാർഗങ്ങൾ സ്വീകരിക്കുന്നു. വലിയ ഹോസ്പിറ്റൽ ഇപ്പൊ ഹോമിയോപ്പതി വരെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് എന്താ ചെലവ്? കുറച്ച് പഞ്ചസാര, വെള്ളവും വല്ലപ്പോഴും കുറച്ച് മദ്യവും മരുന്നിന്റെ പേര് വിളമ്പിയാൽ അവർക്ക് പൈസ ഇഷ്ടംപോലെ കിട്ടുമല്ലേ. പേഷ്യൻസ് അതുപോലെ വന്നിട്ട് പേഷ്യൻസിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമാണ്. എന്ന് വെച്ചാൽ മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റലിൽ തന്നെ ഇരിക്കുന്നത്. അപ്പൊ പേഷ്യൻസിന്റെ വിചാരം ഇതിലെന്തോ കാര്യമുണ്ട്. ഇതിനാണ് ഇന്റഗ്രേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്. ഇന്റഗ്രേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഗുണമില്ലാത്തൊരു സാധനം
ഗുണമുള്ള സാധനത്തെ അത് മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടെ ഗുണമുണ്ടെന്ന് കാണിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇന്റഗ്രേറ്റീവ് മെഡിസിൻ. അതാണ് ഈ പല പല ഹോസ്പിറ്റൽസും ചെയ്യുന്നത്. അത് ശരിക്കും നോക്കിയാൽ പേഷ്യന്റിന് അഡീഷണൽ ഫിനാൻഷ്യൽ ബേർഡൻ കൂടത്തേ ഉള്ളൂ. അതായത് ഇപ്പൊ ഞാൻ ഇപ്പൊ പല പല ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും നോർത്ത് ഇന്ത്യയിലൊക്കെ ആയുഷിനെ അവർ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് മെഡിസിൻ OPD-യിൽ. അപ്പൊ ഒരു പനിയായിട്ടൊരു വ്യക്തി ചെല്ലുന്നു, അവിടെ ചെല്ലുമ്പോൾ പനിക്ക് അവർ പാരസിറ്റമോൾ കൊടുക്കുന്നു, വർക്ക് ചെയ്യുന്ന സാധനമാണേ. അവർ പറയും അടുത്ത റൂമിലോട്ടും കൂടെ ഒന്ന് പോയിക്കോളാൻ പറയും സപ്പോർട്ടിംഗ് കെയറിനായിട്ട്. അടുത്ത റൂമിൽ ഇരിക്കുന്ന ഒരു ആയുർവേദക്കാരായിരിക്കും, അയാൾ എന്തോ ഒരു പനിക്കുറുക്ക് കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഷായം കൊടുക്കും, ഇതും കൂടെ ഈ പാരസിറ്റമോളിൽ കഴിച്ചോളാൻ പറയും. അവിടെ വർക്ക് ചെയ്യുന്ന പാരസിറ്റമോളാണ്, ബാക്കിയുള്ള രണ്ടിനാൾക്ക് പൈസ കൊടുക്കേണ്ടി വരും. ഇത് രണ്ടും കൂടെ കൂടിയാണ് പനി പോയെന്ന് പേഷ്യന്റ് തെറ്റിദ്ധരിക്കും. പക്ഷെ ഇന്നലെ അത് ഭയങ്കര ദോഷം ചെയ്യാം. ചിലപ്പോൾ ഈ പാരസിറ്റമോളിന്റെ ടോക്സിസിറ്റി ഈ പറയുന്ന കഷായങ്ങളൊക്കെ കൂട്ടാം. ഈ ഡ്രഗ് ഇന്ററാക്ഷൻ ഒരു സംഭവമുണ്ട്. ചില മരുന്നുകൾ വേറെ മരുന്നിന്റെ പ്രസൻസിൽ കൂടുതൽ ഡാമേജിങ് ആവും, കൂടുതൽ ഹാംഫുൾ ആവും, ദോഷകരമാവും. അങ്ങനത്തെ ഇന്ററാക്ഷൻസ് ഒന്നും ഈ ആയുർവേദക്കാരോ ഹോമിയോപ്പതിക്കാരൊന്നും പഠിച്ചിട്ടില്ല. അവർക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. അവർക്ക് ഫാർമോകൈനറ്റിക്സ്, ഫാർമക്കോ ഡൈനാമിക് സംഭവമുണ്ട്. ഒരു മരുന്ന് ഒരു ബോഡി കൂടെ എങ്ങനെ പോകുന്നു, എങ്ങനെ പുറത്തിറങ്ങുന്നു, എന്തുമാത്രം സാധനങ്ങൾ നമ്മുടെ ബോഡിയിൽ അത് ഉണ്ടാക്കുന്നു, ആ കെമിക്കൽസ് മെറ്റബോളൈറ്റ്സ് ഒക്കെ എങ്ങനെ ബോഡി ക്ലിയർ ചെയ്യുന്നു, അത് ഓരോ കോശത്തിലും ഓരോ ടിഷ്യൂവിലും ഓരോ അവയവത്തിലും ചെന്ന് എന്തൊക്കെ ഇഫക്റ്റ് ഉണ്ടാക്കുന്നു, ഇതൊക്കെ ചോദിച്ചോണ്ടല്ലോ ഇവന്മാർ ഓടും. അതാണ് എന്റെ അടുത്ത് ഒരു ആയുർവേദക്കാരനും ഒരു ഡിബേറ്റും വരാത്തത്. എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ധന്വന്തരം ഗുളിക എങ്ങനെയാണ് ബോഡിയിൽ ആക്ട് ചെയ്യുന്നത്? ഒരു ഒറ്റ മനുഷ്യൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ 6 കൊല്ലമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവര് വധ പിത്ത കഫ എന്നൊക്കെ പറയാം, അതൊക്കെ പിന്നെ പഴയ ഫ്രോഡ് പരിപാടി. അല്ല, എനിക്ക് അറിയേണ്ടത് സെല്ലുലാർ ലെവലിൽ എങ്ങനെ വർക്ക് ചെയ്യേണ്ടത്, പാരസിറ്റമോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഡൈക്ലോഫെനാക് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ആന്റിബയോട്ടിക്സ് ബാക്ടീരിയൽ സെൽ വോളിനെ, ബാക്ടീരിയയുടെ ഓരോ കമ്പോണൻസിനെ എങ്ങനെ നശിപ്പിക്കുന്നു, റൈബോസോമൽ ലെവലിൽ വരെ ആക്ട് ചെയ്യുന്ന ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഹൗ ഡസ് ഇറ്റ് വർക്ക്? നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ഡസ് ഹോമിയോപ്പതി വർക്ക്, ഹൗ ഡസ് ആയുർവേദ വർക്ക്? നോ ആൻസർ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ അത് മിക്സ് ചെയ്ത് അത് ക്രെഡിബിൾ ആണെന്ന് കാണിക്കുന്നുള്ളതാണ് ഇമാർക്ക് ആകപ്പാടെ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ അതിനകത്ത് ശരിക്കും വർക്കിംഗ് ആയിട്ടൊന്നുമില്ല. എനിക്ക് തോന്നി ആൾക്കാർ കൂടുതൽ ഇതിലേക്ക് പോകുന്നത് സംതിങ് ലൈക്ക് നാച്ചുറൽ ഇസ് ഗുഡ് എന്നുള്ളൊരു തോട്ട് കൊണ്ടാണ്. ഇപ്പൊ കുറച്ച് മഞ്ഞളെടുത്ത് പാലിനകത്തിട്ട് കലക്കി കുടിച്ചാൽ എന്ത് ദോഷം വരാൻ ഒരു തോട്ടിന്റെ പുറത്താണ് ഇതിന്റെ പുറകെയൊക്കെ ആളുകൾ പോകുന്നത്. പക്ഷെ നാച്ചുറൽ ആയിട്ടുള്ള എല്ലാം നല്ലത് തന്നെയാണോ? പാമ്പേടി നാച്ചുറലാണ്, ഇടിമിന്നൽ നാച്ചുറലാണ്, ഇതൊക്കെ നാച്ചുറലാണ്. തേള് കുത്തും നാച്ചുറലാണ്. അതുപോലെ തന്നെയാണ് ഇത്. നാച്ചുറൽ ഇസ് നോട്ട് ഓൾവേസ് സേഫ് ആണ്. അപ്പൊ ഈ മഞ്ഞളില്, ഈ പാലിലും മഞ്ഞൾ കഴിക്കുന്ന പരിപാടി ഭയങ്കര സംഭവമാണ്. ആൾക്കാർ വേറെ എന്തൊക്കെയോ സംഭവിക്കുന്നതാണ്, ഒന്നും സംഭവിക്കുന്നില്ല. അവിടെ പാലിന്റെ കളർ മാറുന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഇല്ല. അവിടെ മഞ്ഞള് നമ്മുടെ ബോഡിയിൽ അബ്സോർബേ ആകുന്നില്ല. 99% മലത്തിൽ കൂടെ പുറത്തിറങ്ങി പോവാണ്. അപ്പൊ അതിന്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടിയാണ് നാനോ ഫോർമുലേഷനും ഈ കുരുമുളകൊക്കെ ഇട്ട് അവർ മഞ്ഞളിന്റെ പ്രിപ്പറേഷൻ ഇറങ്ങുന്നത്. പക്ഷെ അങ്ങനത്തെ മഞ്ഞൾ ഭയങ്കര ഡേഞ്ചറസ് ആണ്. എന്ന് വെച്ചാൽ മഞ്ഞളിന്റെ ഒരു ഹൈ ലെവലിൽ നമ്മുടെ ബോഡിയിൽ അബ്സോർപ്ഷൻ വന്നാൽ അത് കരളിൽ ഡാമേജ് ചെയ്യും. ഇപ്പൊ ടർമറിക് റിലേറ്റഡ് ഹെപ്പറ്റൈറ്റിസ് ഇപ്പൊ വെസ്റ്റേൺ കൺട്രീസിൽ ഭയങ്കര ഹൈ ആണ്. അവിടെ ഇഷ്ടംപോലെ റിപ്പോർട്ട്സ് വരുന്നുണ്ട്. മഞ്ഞൾ കഴിച്ച് ലിവർ ഡാമേജ് വന്ന പലരുടെയും റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട്. ഡെൻമാർക്ക്, സ്പെയിന്, ഫ്രാൻസ്, ഈ കൺട്രീസിലൊക്കെ ഈ കുർക്കുമിൻ, മഞ്ഞളിനകത്തുള്ള ആക്റ്റീവ് ഫോമാണ്. കുർക്കുമിനും ടർമറിക്കും ബേസ്ഡ് ഫോർമുലേഷൻസ് ഒക്കെ മാർക്കറ്റ് ചെയ്യാൻ പാടില്ല. മാർക്കറ്റ് ചെയ്താൽ തന്നെ അതിന് ഹെൽത്ത് ബെനിഫിറ്റ്സ് കാണിക്കാൻ പാടില്ല എന്ന് നിയമങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ അങ്ങനെയൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഭയങ്കര പ്രശ്നം. മഞ്ഞളെ തൊട്ട് കളിച്ചുണ്ടല്ലോ, അയ്യോ എന്തോ ഒരു റിലീജിയൻ മാതിരിയാണ്, ഒരു കൾട്ട് മാതിരിയാണല്ലോ ഈ ആയുർവേദമൊക്കെ. ആക്ച്വലി അതാണ് വേദിക് സ്ക്രിപ്റ്റേഴ്സിൽ നിന്ന് വന്നതാണ്. അപ്പൊ എപ്പോഴും ഒരു റിലീജിയസ് സെന്റിമെന്റ്സ് എപ്പോഴും ഇതിനകത്ത് ഉൾപ്പെടുന്നു, വർക്ക്ഔട്ട് ആവുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പം ആയുർവേദം കൊള്ളത്തില്ല, അല്ല ദോഷകരമാണ്, അല്ല അതിൻ്റെ അത് ഗുണമില്ല എന്ന് പറയുമ്പോൾ പലരുടെയും വിചാരം ഹിന്ദുയിസം കൊള്ളത്തില്ല, ഹിന്ദുയിസം പ്രശ്നമാണ്, അങ്ങനെ അവർ കരുതുന്നത്. അത് പഠിപ്പ് വരില്ലാത്തവന്മാരാണ് അങ്ങനെ ചെയ്യുന്നത്. അവരാ ഈ ട്രോളന്മാർ കൂടുതലും. അപ്പൊ ഈ വീഡിയോയുടെ കമന്റിന്റെ അടിയിലും കാണാൻ കുറെ ഇങ്ങനെ. അപ്പം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് സമയമില്ല, അതിന്റെ ആവശ്യമില്ല. ബിക്കോസ് ആ ബേസിക് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, ഇന്റലിജൻസ് ഇല്ലാതെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചിലർക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഇവരായിട്ടുള്ള യുദ്ധവും ഇത് പരിപാടിക്ക് ഞാൻ നിർത്തി. പഠിക്കാനുള്ളവന്മാര് പഠിക്കും, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഡോക്ടറിന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം, കാലങ്ങളായിട്ട് കേട്ടുവരുന്ന ഒരു കാര്യമാണ് 7 to 8 ഗ്ലാസ് ഓഫ് വാട്ടർ നമ്മൾ കുടിക്കണം, മസ്റ്റ് ആണ്. അത് എല്ലാവരും പറയുന്നതാണ്, മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സും പറയുന്നുണ്ട്. ഡോക്ടർ പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ എന്ന് പറയുന്നു അതിന്റെ ആവശ്യമൊന്നുമില്ല, 7 to 8 ഗ്ലാസ് ഓഫ് വാട്ടർ ഒന്നും വേണ്ട എന്നുള്ളത്. അത് പലർക്കും ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. സോ ശരിക്കും വേണ്ടേ? വേണ്ട. ബേസിക്കലി നമുക്കൊക്കെ ഒരു തേഴ്സ്റ്റ് റെഗുലേഷൻ സെന്റർ ഉണ്ട്. നമ്മുടെ ബ്രെയിൻ പറയും എപ്പോ വെള്ളം കുടിക്കണം. നമുക്ക് വേണ്ടതുപോലെ, നമ്മുടെ ശരീരത്തിന് വേണ്ട പോലെയുള്ള വെള്ളം നമുക്ക് തന്നെ സിഗ്നൽ വന്ന് കുടിച്ചാൽ മതി. അല്ലാതെ ഇപ്പൊ എനിക്കൊരു
ഞാനിപ്പം ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി, അതായത് ആള് രാവിലെ എഴുന്നേക്കുന്നു, ലൈറ്റായിട്ട് ഫുഡ് കഴിക്കുന്നു, നേരെ ഓഫീസിൽ പോകുന്നു, പിന്നെ ഓഫീസിൽ ഇരിപ്പാണ്, AC ഒക്കെ ഇട്ട് ഇരിപ്പാണ്. വേറൊരു വ്യക്തി, ആളൊരു ട്രെയിനറാന്ന് വെച്ചോ, രാവിലെ എഴുന്നേറ്റു, നല്ല പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുന്നു, ഒരു മണിക്കൂർ ഓടുന്നു, അത് കഴിഞ്ഞിട്ട് കുറെ വെയിറ്റ് ലിഫ്റ്റ് ഒക്കെ ചെയ്യുന്നു, എന്നിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നു, പിന്നെയും കഴിക്കുന്നു, പിന്നെ ഈവനിങ്ങും ഇതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുന്നു, ഒരു ട്രെയിനർമാര്. ഈ രണ്ട് വ്യക്തികളും എക്സാക്ട്ലി 8 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ശരിയാണോ ഇല്ലയോ എന്നുള്ളതാണ്. സിമ്പിൾ കോമൺ സെൻസ് ആണ്. എന്ന് വെച്ചാൽ രണ്ടാമത്തെ ആൾക്ക് വെള്ളത്തിന്റെ അളവ് കൂടുതൽ വേണം. 8 ചിലപ്പോൾ ഒതുങ്ങത്തില്ല, ചിലപ്പോൾ 12 ഗ്ലാസ് കുടിക്കണം. എന്ന് വെച്ചാൽ അത്രമാത്രം ആള് വർക്കൗട്ട് ചെയ്ത് അത്രമാത്രം വാട്ടർ ലോസ് വരുന്നുണ്ട് ബോഡിയിൽ നിന്ന്. അപ്പൊ ആളുടെ റിക്വയർമെന്റ് കൂടുകയാണ്. ആദ്യത്തെ ആള് അധികം വർക്കൗട്ടോ ഒന്നുമില്ല, വളരെ സെഡൻഡറി ആണ്. അപ്പൊ അങ്ങനത്തെ ആളുകളിൽ ശരിക്കും വെള്ളത്തിന്റെ അളവ് കുറയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എപ്പോൾ വെള്ളം കുടിക്കുന്നുള്ളത് നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മൾ സിഗ്നൽ ചെയ്യും. അപ്പൊ ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയുന്നത്, എപ്പോൾ ദാഹിക്കുന്നോ അപ്പൊ കുടിച്ചോളാനാണ് പറയുന്നത്. സിറോസിസ് പേഷ്യൻസ് ഡിഫറെന്റ് ആണ്. ഞാനിപ്പോൾ ഒരു ജനറൽ ആയിട്ടാണ് പറഞ്ഞത്. സിറോസിസ് പേഷ്യൻസിൽ ചിലവരിൽ നമ്മൾ ചില സമയത്ത് അധികം വെള്ളം കുടിപ്പിക്കത്തില്ല. എന്നുവെച്ചാൽ അവർക്ക് വളരെ അഡ്വാൻസ്ഡ് ലിവർ സ്റ്റേജിൽ സോഡിയം കുറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, ഹൈപ്പോനെട്രീമിയ എന്ന് പറയും. അപ്പൊ സോഡിയം ഒരു 125 താഴേക്ക് പോകുന്ന സിവിയർ ഹൈപ്പോനെട്രീമിയാണ്. അങ്ങനത്തെ ഗ്രൂപ്പിൽ നമ്മൾ വെള്ളം കുറച്ച് കുടിക്കാനാണ് പറയുന്നത്. അതായത് 1 ലിറ്റർ കുടിക്കാൻ പാടില്ല, ഈ ഫ്ലൂയിഡ് എല്ലാം കൂടി. അങ്ങനെ വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുമ്പോൾ സോഡിയത്തിന്റെ അളവ് കൂടും. അപ്പൊ അങ്ങനെ സ്പെഷ്യൽ കണ്ടീഷൻസും കാറ്റഗറീസ് ഉണ്ട്. ചില പേഷ്യൻസിൽ എക്സ്ട്രാ വെള്ളത്തിന്റെ റിക്വയർമെന്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ചിലവരിൽ ഈ ഇടയ്ക്കിടെ കിഡ്നി സ്റ്റോൺ വരുന്ന അസുഖം കാണും. അപ്പൊ അതിനകത്തുള്ളവർക്ക് ഹൈഡ്രേഷൻ, അതായത് വെള്ളത്തിന്റെ അളവ് കൂടുതൽ വേണം. ചിലവരിൽ വെള്ളത്തിന്റെ അളവ് വളരെ കുറവ് മതി, അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ ആക്ടിവിറ്റി ഒക്കെ അനുസരിച്ച്. അപ്പൊ എല്ലാവർക്കും 8 ഗ്ലാസ് എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. അതായത് ഇപ്പൊ നമ്മൾ പലതരം വണ്ടികൾ മേടിക്കുന്നുണ്ടല്ലോ, ബസ്സുണ്ട്, കാറുണ്ട്, സൈക്കിളുണ്ട്. എല്ലാ വണ്ടിക്കും സെയിം മൈലേജ് അല്ല, എല്ലാവർക്കും വേണ്ട പെട്രോളിന്റെ ഇതൊക്കെ ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെയാണ് വെള്ളത്തിന്റെ കാര്യം മനുഷ്യരിൽ സെയിം. ഈ വെള്ളത്തിന്റെ കാര്യത്തിന്റെ കൂടെ ചേർത്ത് ചോദിക്കാനുള്ള കാര്യമാണ് ഡയറ്റ്. ഇപ്പോ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ കൂടുതൽ അവരുടേതായിട്ടുള്ള ഓരോ വെറൈറ്റി ഓഫ് ഡയറ്റ് ക്യൂറേറ്റ് ചെയ്തിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇപ്പൊ ഡോക്ടറിന്റെ തന്നെ ഒരു പോസ്റ്റിനകത്ത് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് അത്ര ഉപകാരപ്രദമല്ല എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി ഒരു ശരാശരി മനുഷ്യന് എങ്ങനത്തെ ഒരു ഡയറ്റ് ആയിരിക്കും നല്ലത്? അതുപോലെ ഈ പറയുന്ന ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ഒക്കെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇതിപ്പം അൾട്ടിമേറ്റ്ലി നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് ആണ് നമ്മൾ എല്ലാവരും ടാർഗറ്റ് ചെയ്യേണ്ടത്. അതില് ഇന്ത്യക്കാർക്ക് ബാലൻസ്ഡ് ഡയറ്റ് എന്താണ്, ഏജ് വൈസ് എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് റിക്വയർമെന്റ് എന്നുള്ള ഓൾറെഡി ഗൈഡ് ലൈൻസ് ഉണ്ട്. ICMRന്റെ നാഷണൽ ന്യൂട്രീഷണൽ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഈ ലാസ്റ്റ് ഇയർ ഇറങ്ങിയതാണത്. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് ഇത്രമാത്രം പ്രോട്ടീൻസ്, ഇത്രമാത്രം കാർബോഹൈഡ്രേറ്റ്സ്, ഇത്രമാത്രം വിറ്റമിൻസ്, മിനറൽസ് ഒക്കെ വേണം. അത് എവിടെ നിന്നൊക്കെ കിട്ടുന്നു എന്നുള്ളതിന്റെ സോഴ്സസും അവരതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ബാലൻസ്ഡ് ഡയറ്റ് ആണ് എല്ലാവർക്കും വേണ്ടത്. ഇനി ബാലൻസ്ഡ് ഡയറ്റ് എങ്ങനെയാണ് ഒരാള് റൂട്ടീൻ, അതായത് ലൈഫിൽ കൊണ്ടുപോകേണ്ടെന്നുള്ളത് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ബിക്കോസ് എല്ലാവരുടെയും ഫുഡ് ഹാബിറ്റ്സും കൾച്ചറൽ ആൻഡ് ട്രഡീഷണൽ പ്രിഫറൻസ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ എല്ലാവരും മുട്ട കഴിക്കത്തില്ല, എല്ലാവർക്കും പാല് പറ്റത്തില്ല, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതെല്ലാം കൂടെ കൂട്ടി എന്ത് ചെയ്യണം എന്നുള്ളത് ഇൻഡിവിജ്വൽ ലെവലിലാണ്. അപ്പൊ അതിനകത്ത് അപ്പോഴാണ് ഈ കൺഫ്യൂഷൻ വരുന്നത്. അതായത് ഇപ്പം ചിലർ പറയും, ഞാൻ ഈ ഡയറ്റ് ഫോളോ ചെയ്തപ്പം എന്റെ ഇത്രമാത്രം വെയിറ്റ് കുറഞ്ഞു, എന്റെ ഡയബറ്റീസ് മാറി, എന്റെ ഇത് ശരിയാന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരുടെ വിചാരം അതും ഇവരിൽ വർക്ക് ചെയ്യുന്നതാണ്. അത് ആ പെർട്ടിക്കുലർ വ്യക്തിയുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആൻഡ് എക്സ്പീരിയൻസ് ആണ്. അല്ലാതെ അത് എല്ലാവരിലും വർക്ക് ചെയ്യണം നിർബന്ധമില്ല. നമ്പർ 1, നമ്മൾ ഈ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പല ഡയറ്റ് ചാർട്ട്സും ഡയറ്റ് ഫാഡ്സ് ഉണ്ടല്ലോ, ഡിഫറെന്റ് ടൈപ്സ്, അത് എല്ലാവരിലും വർക്ക്ഔട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പം ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് തന്നെ ഒരു ടൈപ്പ് ഓഫ് ഡയറ്റ് ഫാഡ് ആണ്, ഒരു ടൈപ്പ് ഓഫ് സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് ഡയറ്റ് മോഡിഫിക്കേഷൻ ആണ്. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ആണെങ്കിലും കീറ്റോ ഡയറ്റ് ആണെങ്കിലും ലോ കാർബ് ഡയറ്റ് ആണെങ്കിലും എന്താണ് എടുത്തോ, എല്ലാത്തിന്റെയും അറ്റ് ദ സെന്റർ കാലറി ഡെഫിസിറ്റ് ആണ്. അതായത് കാലറി കുറയ്ക്കുകയാണ്, എനർജി ഡെൻസ് ആയിട്ടുള്ള ഫുഡ്സ് കുറച്ചിട്ട് നമ്മുടെ ആക്ടിവിറ്റി കൂട്ടുകയാണ് അവിടെ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ ബേൺ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ വെയിറ്റ് കൺട്രോളും നമുക്ക് ഹെൽത്തിയർ ലൈഫ് സ്റ്റൈലും ഓട്ടോമാറ്റിക്കലി വരികയാണ്. ഇപ്പം ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗിൽ കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആണ് ഞാൻ പറയുന്നില്ല. എന്നുവെച്ചാൽ ചിലവരിൽ അത് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ദ സെൻസ്, ഇപ്പൊ ഞാനൊക്കെ ഇനീഷ്യലി ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ചെയ്യുമായിരുന്നേ. ഞാൻ ചെയ്തതിന്റെ കാരണം എനിക്ക് കുറച്ച് സഡൻ വെയിറ്റ് ലോസ് വേണമായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തപ്പോൾ 3 months എനിക്ക് ഏകദേശം 6 to 8 കിലോ വെയിറ്റ് ലോസ് വന്നു, 6 to 8. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല, ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. ബിക്കോസ് നമ്മുടെ എല്ലാ ദിവസത്തെ ആക്ടിവിറ്റീസ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഞാനിപ്പം എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു 30 to 40 minutes ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നതാണ്. ഞാൻ എറോബിക് എക്സസൈസ് ചെയ്യും, കുറച്ച് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നതാണ്. ആ സമയത്ത് എന്റെ ഫുഡിന്റെ ഇൻടേക്ക് കൂടുവാണ്.
അതായത് എനിക്ക് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ എനർജി വേണമല്ലോ, അപ്പൊ നമ്മൾ അതനുസരിച്ച് എക്സ്ട്രാ മീൽസ് കഴിച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. അപ്പൊ ആ സമയത്ത് എനിക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനത് നിർത്തി. ഞാനിപ്പോ റെഗുലർ ആയിട്ട് സ്പേസ്ഡ് മീൽസ് എടുത്ത് വർക്കൗട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു രീതിയിൽ പോവാണ്. അപ്പൊ എല്ലാവർക്കും അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയും അവരുടെ ഗോൾസ് എന്താണ്. നമ്മുടെ ഗോൾ വെയിറ്റ് ലോസ് ആണോ, നമ്മുടെ ഗോൾ ബോഡി ബിൽഡിംഗ് ആണോ, നമ്മുടെ ഗോൾ ജസ്റ്റ് ഫിറ്റ്നസ് ആണോ, ഇത് തീരുമാനിക്കുക ആദ്യം. അതനുസരിച്ചാണ് നമ്മുടെ ഫുഡ് ഇൻടേക്ക് വരുന്നത്. ഇപ്പൊ എല്ലാവരിലും ഞാൻ ഈ പറഞ്ഞ മാതിരി ഫിസിക്കൽ എക്സസൈസ് നമ്പർ 1 മസ്റ്റ് ആണത്. ഫിസിക്കൽ എക്സസൈസ് വലിയ എക്സസൈസും ഭയങ്കര വെയിറ്റ് ട്രെയിനിങ്ങും പോലും വേണ്ട. സിമ്പിൾ ബ്രിസ്ക് വാക്കിംഗ്, സൈക്ലിംഗ്, ഒരു 3 days a week ഒരു ട്രെഡ്മില്ല്, ഇൻക്ലൈൻ ഉണ്ടല്ലോ ഈ പൊക്കത്ത് നടക്കുന്നത്, അങ്ങനത്തെ ഒക്കെ ചെയ്താൽ തന്നെ അത് ഭയങ്കര വാല്യുബിൾ ആണ്. അപ്പൊ അതനുസരിച്ച് വേണം നമ്മുടെ ഡയറ്റും. ഇപ്പൊ ഡയറ്റില് ഒരാൾ വെജിറ്റേറിയൻ ആണോ, മീറ്റ് ഈറ്റർ അല്ലേ, അപ്പൊ അതനുസരിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യും. അപ്പൊ മീറ്റ് ഈറ്റർ ആണെങ്കിൽ ചിലവർക്ക് ചില ടൈപ്സ് ഓഫ് മീറ്റ് താല്പര്യമില്ല. ഇപ്പൊ ഫോർ എനിക്ക് മട്ടൺ അത്ര ഇഷ്ടമില്ല, ഞാൻ മട്ടൺ കഴിക്കില്ല. പക്ഷെ ഞാൻ ബാക്കിയുള്ള മീറ്റ്സും ബാക്കിയുള്ള ഫിഷൊക്കെ എന്റെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. അതുപോലെ തന്നെ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവർക്ക് വേണ്ട പ്രോട്ടീൻ സോഴ്സസ് ഒക്കെ. അപ്പം ഇതെല്ലാവരും അവരുടെ തന്നെ ആക്ടിവിറ്റിയും അവരുടെ തന്നെ ഒരു ലൈഫ് സ്റ്റൈലും വെച്ച് ചെയ്യേണ്ട തീരുമാനം എടുക്കണം. അപ്പൊ അതിനകത്ത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ക്ലിനിക്കൽ ന്യൂട്രീഷൻസ് ഉണ്ട്, അല്ലാതെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് അല്ല. പ്രോപ്പർ ഡയറ്റീഷ്യന്മാരെ പോലും ഞാൻ പറയുന്നില്ല. പല ഡയറ്റീഷ്യന്മാരും ആൾക്കാരെ പട്ടിണി കിടുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ ഡയറ്റീഷ്യൻ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്നില്ല, ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ്. അത് ഒരു ഡോക്ടറിന്റെ അല്ലെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ്. അപ്പൊ അവരുടെ അടുത്ത് ചെല്ലുമ്പം അവർ നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ അസോസിയേറ്റഡ് ഡിസീസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഡയബറ്റീസ് ആയിരിക്കും, ഒരാൾക്ക് ഡയബറ്റീസ് ഇല്ല, ഒരാൾക്ക് അമിതവണ്ണം ഉണ്ട്, ഒരാൾക്ക് തൈറോയിഡിന്റെ അസുഖമുണ്ട്. അപ്പൊ ഇതനുസരിച്ച് ചില ഫുഡ്സ് ലിമിറ്റ് ചെയ്യാൻ പറയും, ചില ഫുഡ്സ് അവോയ്ഡ് ചെയ്യാൻ പറയും. ഫോർ എക്സാമ്പിൾ ഞാനൊന്നും അവിടെ പറയത്തില്ല, എന്റെ പേഷ്യൻസ് എല്ലാം കഴിക്കാൻ പറയും. പക്ഷേ ചില കാര്യങ്ങൾ ലിമിറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ സിറോസിസ് പേഷ്യൻസിൽ ഉപ്പിന്റെ അളവ് കുറയ്ക്കണം. റെഡ് മീറ്റ്സ് ഞാൻ ഈ പറഞ്ഞ മാതിരി 1 or 2 a week ആക്കും. അല്ലാതെ എല്ലാ തരം ഫുഡ്സും എല്ലാ തരം ഓയിലും ഒക്കെ ഞാൻ അലൗ ചെയ്യും. വല്ലപ്പോഴും വറുത്ത് പൊരിച്ച് കഴിക്കണമെങ്കിൽ കഴിച്ചോളാൻ പറയും. നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്നില്ല, ആഴ്ചയിൽ ഒരിക്കലും ആവാമല്ലോ കുറച്ച് ഫ്രൈഡ് ഐറ്റംസ്, നത്തിങ് വിൽ ഹാപ്പൻ. അപ്പൊ അങ്ങനെ ഒരു ഇൻക്ലൂസീവ് ഡയറ്റ് ആണ് നമുക്ക് വേണ്ടത്. പക്ഷെ നമ്മുടെ നാട്ടുകാരെല്ലാം ചെയ്യുന്നതും ഈ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ്, യൂട്യൂബ് ഇൻഫ്ലുവൻസ് ഒക്കെ ചെയ്യുന്നത് എക്സ്ക്ലൂസീവ് ഡയറ്റ് ആണ്. അതായത് അവർ പല കാര്യങ്ങളും വേണ്ട എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് തിങ്കിങ് ആൾക്കാർ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് ചില ഫുഡ് കാണുമ്പോഴത്തേക്ക് അവർക്കൊരു പേടിയാണ്. ഇതിനാണ് പറയുന്നത് അവോയ്ഡന്റ് റെസ്ട്രിക്റ്റീവ് ഫുഡ് ഇൻടേക്ക് ഡിസോർഡർ. ശരിക്കും ഇതിനൊരു പേര് വരെ ഉണ്ട്. അപ്പൊ നമ്മൾ പറയാണ് അയ്യോ മഞ്ഞപ്പിത്തായി, എണ്ണ തൊടരുത്, മീറ്റ് തൊടരുത്, ഫിഷ് തൊടരുത്, മുട്ട തൊടരുത്, ഉപ്പ് കഴിക്കരുത്. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇവർ പൊടിയരിക്കഞ്ഞി കഴിക്കും, കുറെ ബോയിൽഡ് വെജിറ്റബിൾസ് കഴിക്കും, ഇതൊക്കെ കഴിക്കും. പയ്യെ ആ മഞ്ഞപ്പിത്തം അങ്ങ് മാറും. അപ്പൊ അവർ നോക്കുമ്പോൾ ഇത് കഴിച്ച കാരണമാണ് മഞ്ഞപ്പിത്തം പയ്യെ മാറിയത്. അതുകൊണ്ട് അവർ ലൈഫിൽ ഇതങ്ങ് സ്ഥിരമാക്കും. അവർ പിന്നീട് ഭയങ്കര പ്രശ്നങ്ങളാണ്. ടോട്ടലി മാൽനറിഷ്ഡ് ആവും, പ്രോട്ടീൻസ് കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. ആക്ച്വലി അവരുടെ ആരോഗ്യം പോകുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ മഞ്ഞപ്പിത്തമുള്ള പേഷ്യന്റ് എന്താ പറയുന്നത്? ഇഷ്ടമുള്ള കഴിച്ചു, ഇഷ്ടമുള്ളത്. അപ്പൊ അവർ കഴിക്കും, കുഴിമന്തി കഴിക്കോ, കഴിക്കണം തോന്നുന്നുണ്ടോ, കഴിച്ചോ. ബിരിയാണി കഴിക്കോ, കഴിച്ചോ. ഞാൻ മദ്യം കുടിക്കരുത്, പുകവലി പാടില്ല. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള എന്തും കഴിച്ചു, ഒരു കുഴപ്പമില്ല. അത് അങ്ങനെയാണ് ഞാൻ ഹെപ്പറ്റൈറ്റിസ് എയും ഇനെയും പേഷ്യൻസ് ഒക്കെ ട്രീറ്റ് ചെയ്യുന്നത്. അവർ നന്നായിട്ട് അപ്പൊ അവർക്ക് വേണ്ട പോലുള്ള ആ സമയത്ത് അവർക്ക് താല്പര്യപ്പെടുന്ന ആഹാരങ്ങൾ അവർ കഴിക്കുന്നു. അതനുസരിച്ച് അവർക്ക് പെട്ടെന്ന് റിക്കവറി ആവുന്നു. അപ്പൊ ഇങ്ങനെ കുറെ തെറ്റിദ്ധാരണകൾ ഈ ന്യൂട്രീഷണൽ സ്പേസിലുണ്ട്. ആ തെറ്റിദ്ധാരണകളെല്ലാം വരുന്നത് ആൾക്കാർ കൂടുതലും ഡോക്ടേഴ്സിനെ അവോയ്ഡ് ചെയ്ത് ഈ യൂട്യൂബ് അങ്ങനത്തെ സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ എടുക്കുന്നതുകൊണ്ടാണ്. അത് അങ്ങനെ എടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഡോക്ടർമാരോട് എനിക്കിത് പറയാനുണ്ട്. എന്ന് വെച്ചാൽ ഞാനിപ്പോ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ ഒരു പ്രിസ്ക്രിപ്ഷന്റെ ബാക്കിൽ ആൾക്ക് ഹെപ്പറ്റൈറ്റിസ് എ ആയിരുന്നു. ആ കുട്ടിക്ക് ബാക്കിൽ എഴുതിയേക്കുന്നത് പ്രിഫർ വെജ് ഫുഡ് എന്ന് എഴുതിയേക്കുന്നത്. തെറ്റാണ്, കംപ്ലീറ്റ്ലി റോങ് ഇൻഫർമേഷൻ ആണ്. അപ്പൊ ചില ഡോക്ടർമാരും ഈ ഒരു ബയസിൽ നിന്ന് പുറത്തിറങ്ങി വരണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അതായത് അവർ വായിക്കുക, ന്യൂട്രീഷണൽ മാനേജ്മെന്റ് ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് പേഷ്യൻസ് ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് വായിച്ചറിയാം. നമ്മൾ പേഷ്യൻസിൽ അധികം ഫുഡ്സ് റെസ്ട്രിക്റ്റിന്റെ ആവശ്യം വരുന്നില്ല. നല്ല ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്ത് ഒരു ഇൻക്ലൂസീവ് ഡയറ്റ് കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ കൂടെ ചേർത്ത് ചോദിക്കാനുള്ള ഒരു കാര്യമാണ് ധാരാളം സപ്ലിമെന്റ്സിന്റെ കാര്യം. അത് ഓൾറെഡി നമ്മൾ കുറച്ചൊന്ന് ടച്ച് ചെയ്ത് പോയി. ബട്ട് സ്റ്റിൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിയിട്ട് വൈറ്റമിൻ സി, അതുപോലെ കൊളാജൻ, അങ്ങനത്തെ ഒരുപാട് ആവശ്യമില്ലാത്ത സപ്ലിമെന്റ്സ് ആളുകൾ കഴിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഡോക്ടറിന്റെ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ള വീഡിയോ. അപ്പോൾ വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് അധികം കഴിക്കേണ്ടതില്ല എന്നുള്ള രീതിയിലാണ് ഡോക്ടർ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ശരിക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരാൾ പോലും കഴിക്കണം ഇല്ലെന്നാണോ? എല്ലാ സപ്ലിമെന്റ്സും യൂസ്ലെസ് അല്ല. ചില സപ്ലിമെന്റ്സിൽ അതിൻ്റെതായിട്ടുള്ള യൂസ്ഫുൾനെസ് ഉണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ അത് സ്പെസിഫിക് ഗ്രൂപ്പ്സ് ഓഫ് പേഷ്യൻസിലല്ല, ആൾക്കാരില്ല, വ്യക്തികളിലാണ്. ഫോർ എക്സാമ്പിൾ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ഒരു വ്യക്തി, വെജിറ്റേറിയൻ, ഫിഷ് ഇല്ല, ഒന്നുമില്ല,
അവർക്ക് ഒമേഗ 3 എന്ന് പറയുന്നത് കൂടുതലും ഫിഷ് സോസിൽ നിന്ന് കിട്ടുന്നതാണ്. അത് വെജിറ്റേറിയൻ സോസിൽ ഇല്ല സാധനം. അപ്പോൾ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഹാർട്ട് ഹെൽത്തിനും ബ്രെയിൻ ഹെൽത്തിനും നല്ലതാണെന്നുള്ളതിന്റെ പഠനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പൊ വെജിറ്റേറിയൻ മാത്രം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയിൽ ഒമേഗ 3 സപ്ലിമെന്റ് ചെയ്യുന്നതിന് ഒരു ദോഷമില്ല, ഇറ്റ് ഈസ് ഓക്കെ. 2, ആൽക്കഹോൾ യൂസ് ഡിസോർഡർ, അതായത് ഇപ്പൊ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് മദ്യം കഴിക്കുന്ന വ്യക്തികളിൽ വിറ്റമിൻ B12, ഫോളിക് ആസിഡ്, തയമീൻ എന്നൊക്കെ പറഞ്ഞ വിറ്റമിൻസ് ഭയങ്കരമായിട്ട് കുറയും ഈ മദ്യത്തിന്റെ പ്രസൻസിലേ. അപ്പൊ അങ്ങനത്തെ വ്യക്തികളിൽ നമ്മൾ ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഈ വൈറ്റമിൻസ് സപ്ലിമെന്റ് ചെയ്യും. അപ്പൊ അതിന്റെ ഡെഫിഷ്യൻസി കാരണം വരുന്ന കോംപ്ലിക്കേഷൻസ് അവർക്ക് വരില്ല. അപ്പൊ ഇതൊക്കെ സ്പെഷ്യൽ കാറ്റഗറീസിൽ ഈ സപ്ലിമെന്റ്സും വിറ്റമിൻസും ഒക്കെ വാല്യുബിൾ ആണ്. പക്ഷെ നമ്മുടെ പ്രോബ്ലം എന്താണ്? ഒരു ഹെൽത്തി വ്യക്തി ഒരു ദിവസം ഒരു മൾട്ടിവിറ്റമിൻ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, വേറെ അസുഖങ്ങളോ പ്രശ്നങ്ങളൊന്നും ഇല്ല, പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്നു, ആക്റ്റീവ് ആണ്, പക്ഷെ അതിൻ്റെ കൂടെ ഒരു മൾട്ടിവിറ്റമിൻ, അത് പാടില്ല എന്നാണ് പറയുന്നത്. എന്നാന്ന് വെച്ചാൽ ഈ അപ്പാരന്റ്ലി ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരിൽ മൾട്ടിവിറ്റമിൻസ് അനാവശ്യമായിട്ട് കഴിച്ചാൽ 8-10 കൊല്ലം വരെ അവരെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു സ്റ്റഡി കണ്ടുപിടിച്ച് അവരിൽ ക്യാൻസേഴ്സ് കൂടുവാന്നാണ്. ഇത് ഓൾറെഡി പ്രൂവൺ ആണ്. ലങ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ഇങ്ങനത്തെ പല പല ക്യാൻസേഴ്സിന്റെ റിസ്ക് കൂടുവാണ് അൺനെസസറി മൾട്ടിവിറ്റമിൻസ് കഴിക്കുന്നവരിൽ, ഹെൽത്തി ആൾക്കാരിൽ. അപ്പൊ അവർ ഇങ്ങനത്തെ മൾട്ടിവിറ്റമിൻസും സപ്ലിമെന്റ്സും അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് വിറ്റമിൻ സിയും ഡിയും. ഇപ്പൊ വിറ്റമിൻ സി ഡെഫിഷ്യൻസി, ഇപ്പൊ ഒറിജിനലി വിറ്റമിൻ സി ഡെഫിഷ്യൻസി കണ്ടുപിടിച്ച് സെയിലേഴ്സിൽ അവരുടെ സീല് വർഷങ്ങളോടൊക്കെ സീല് ട്രാവൽ ചെയ്യുന്നവരിൽ ഈ സ്കർവി എന്ന് പറയുന്ന ഒരു അസുഖം, വിറ്റമിൻ സി ഡെഫിഷ്യൻസി, അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൽ അവർ കണ്ടുപിടിച്ച് ഇതിന്റെ കാരണം അവർ ഈ സിട്രസ് ഫ്രൂട്ട്സ് ഇവരുടെ ഷിപ്പിൽ കൊണ്ടുപോകുന്നില്ല. അപ്പൊ സിട്രസ് ഫ്രൂട്ട്സിന് ഇൻടേക്ക് കുറവായിരുന്നു, അത് കാരണം വൈറ്റമിൻ സി ഡെഫിഷ്യൻസി വന്നിട്ടാണ് സ്കർവി എന്ന് പറയുന്ന അസുഖം വന്നത്. അങ്ങനെയുള്ളവരിൽ സെയിലേഴ്സിൽ അവർ ഈ വിറ്റമിൻ സിയുടെ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ സ്കർവി കുറഞ്ഞു. അപ്പൊ വിറ്റമിൻ സി ഡെഫിഷ്യൻസി ഉള്ളവരിൽ, അല്ലെങ്കിൽ വിറ്റമിൻ സി ഡെഫിഷ്യൻസി വരാം എന്നുള്ള റിസ്ക് കാറ്റഗറി ഉള്ളവരിൽ വിറ്റമിൻ സി എടുക്കുന്നതിന് കുഴപ്പമില്ല. അല്ലാത്തവരൊക്കെ വിറ്റമിൻ സി വെറുതെ എടുത്ത് കഴിച്ചാൽ അത് മൂത്രത്തിൽ കൂടെ പുറത്തിറങ്ങി പോകത്തുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് മൾട്ടിവിറ്റമിൻസും അൺനെസസറി സപ്ലിമെന്റ്സും നമ്മളെ വളരെ വിലപിടിപ്പുള്ള യൂറിൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. വെരി എക്സ്പെൻസീവ് യൂറിൻ അനാവശ്യമായിട്ട് ഇത് കഴിച്ചാൽ എല്ലാ യൂറിൻ നമുക്ക് ബോഡിക്ക് അബ്സോർബ് ചെയ്യാവുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. അത് അബ്സോർബ് ചെയ്തിട്ട് ബാക്കി അത് കളയാണ്. ആ ലിമിറ്റ് ഓൾറെഡി നമ്മുടെ ഡയറ്റിൽ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പൊക്കത്ത് എക്സ്ട്രാ സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുന്നതിന് കാര്യമില്ല. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ് ഈ വിറ്റമിൻ ഡി. വിറ്റമിൻ ഡി ഇപ്പൊ പുതിയ, ഞാനിത് എന്റെ ഒരു ഒപ്പീനിയൻ ഒന്നും അല്ല കേട്ടോ, വെറുതെ ഞാൻ വായിത്തോന്ന് പറയുന്നതല്ല. ഇതൊക്കെ ഒറിജിനൽ ഗൈഡ് ലൈൻസ് എൻഡോക്രൈൻ സൊസൈറ്റി ഓഫ് എൻഡോക്രൈൻ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ സൊസൈറ്റി ഉണ്ട്, അവരുടെ ഗൈഡ് ലൈൻസിന്റെ ബേസിസിലാണ് നമ്മളിത് പറയുന്നത്. അപ്പൊ അവർ പറയുന്നത് വൈറ്റമിൻ ഡി ആവശ്യമുള്ളത്, സപ്ലിമെന്റേഷൻ ആവശ്യമുള്ള 4 ഗ്രൂപ്പേ ഉള്ളൂ. ഒന്ന്, ഓൾ ചിൽഡ്രൻ 18 വയസ്സ് വരെ വൈറ്റമിൻ ഡി ഡെഫിഷ്യന്റ് ആണെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് ചെയ്യണം. 2, പ്രഗ്നന്റ് വിമൻ, പ്രഗ്നൻസിയിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യന്റ് ആണെങ്കിൽ അത് സപ്ലിമെന്റ് ചെയ്താൽ പ്രഗ്നൻസി വരുന്ന ഒരു സ്പെഷ്യൽ കോംപ്ലിക്കേഷൻ ഉണ്ട്, ഹൈ ബ്ലഡ് പ്രഷർ, പ്രീ എക്ലാംസിയ എന്ന് പറയും. അതിന്റെ റിസ്ക് റെഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ വൈറ്റമിൻ ഡി അവിടെയും യൂസ്ഫുൾ ആണ്. 3, പ്രീ ഡയബറ്റീസ്, അതായത് നമ്മൾ HbA1c എന്നൊരു ടെസ്റ്റ് ചെയ്യുമല്ലോ, ഡയബറ്റീസ് ഉണ്ടോ ഇല്ലെന്ന്, ഷുഗറിന്റെ അസുഖം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനേ. അതെനിക്ക് തോന്നുന്നു ഒരു 5.7 മുതൽ 6.4 വരെ ആണെങ്കിൽ പ്രീ ഡയബറ്റീസ് എന്ന് പറയും. ആ പ്രീ ഡയബറ്റീസ് ഗ്രൂപ്പിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഡി കൊടുത്താൽ ആ ഡയബറ്റീസിലോട്ട് പോകാനുള്ള റിസ്ക് കുറയും. അപ്പൊ അവർക്കും കഴിക്കാം. പിന്നെ 4ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എബോവ് ദ ഏജ് ഓഫ് 75 ആണ്. 75 വയസ്സിന് പ്രായമുള്ളവരും മുകളിൽ പ്രായമുള്ളവർ വൈറ്റമിൻ ഡി സപ്ലിമെന്റേഷൻ ഡെഫിഷ്യന്റ് ആണ് എടുക്കുന്നതിന് കുഴപ്പമില്ല. ഇതിന്റെ ഇടയിലുള്ള കാറ്റഗറി ഉണ്ടല്ലോ, ചെക്ക് ചെയ്യാൻ പാടില്ലെന്നാണ്. ഇതിന്റെ ഇടയിലുള്ള കാറ്റഗറിയിൽ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഡോക്ടേഴ്സിനും ഈ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പം ഞാനിത് പറഞ്ഞപ്പോൾ ഏതൊരു വൈറ്റമിൻ ഡി ലവിങ് ഡോക്ടറാന്ന് തോന്നുന്നു, പുള്ളി എല്ലാവർക്കും എഴുതി കൊടുക്കുന്ന സാധനം തോന്നുന്നു. പുള്ളി ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഭയങ്കര ഫിയേഴ്സ് ആയിട്ട് എനിക്കൊരു ഇമെയിൽ ഒക്കെ അയച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു, ഇദ്ദേഹം എന്താണ് പറയുന്നത്, വൈറ്റമിൻ ഡി ഇമ്മ്യൂണിറ്റി, സെല്ലുലാർ ഫംഗ്ഷൻ, നമ്മുടെ ഹാർട്ടിന്റെ എന്തോ ഫംഗ്ഷൻ, മറ്റ് ബ്രെയിനിന്റെ ഫംഗ്ഷൻ, അതൊക്കെ ശരിയാക്കുന്നുള്ളതിന്റെ പഠനങ്ങൾ കുറെ എനിക്ക് അയച്ചു തന്നു. ഞാൻ നോക്കുമ്പോൾ പഠനങ്ങൾ മുഴുവൻ എലിയിലും പല്ലിയിലും പന്നിയിലും ഒക്കെ ചെയ്യിക്കുന്നതാണ്. മുഴുവൻ ലാബ് ബേസ്ഡ് ഡേറ്റയാണ്. ഇതൊക്കെ ചെയ്തുകൊണ്ടും ഈ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് ചെയ്തുകൊണ്ടും ഹ്യൂമൻസിൽ ക്ലിനിക്കലി റെലവെന്റ് ആയിട്ടുള്ള നല്ല ഔട്ട്കംസോ ബെനിഫിറ്റ്സോ ഒന്നും ഇല്ല എന്നുള്ള പഠനങ്ങൾ വേറെയുണ്ട്. അപ്പൊ അത് കാണാതെ ഇദ്ദേഹത്തിന് വേണ്ട പഠനങ്ങൾ മാത്രമാണ് ഇദ്ദേഹം നോക്കുന്നത്. അപ്പം ഡോക്ടേഴ്സ് മനസ്സിലാക്കേണ്ടത് വൈറ്റമിൻ ഡി സപ്ലിമെന്റേഷൻ ആവശ്യമുള്ളവർക്ക് മാത്രം ചെയ്യുക, വൈറ്റമിൻ ഡി ടെസ്റ്റിങ്ങും ആവശ്യമുള്ളവർക്ക് മാത്രം ചെയ്യുക. നമ്മളെല്ലാം വൈറ്റമിൻ ഡി ഡെഫിഷ്യന്റ് പോപ്പുലേഷനാണ്. ഇപ്പൊ എൻ്റെ ഒക്കെ ചെയ്താൽ നെഗറ്റീവ് ആയിരിക്കും, ഡെഫിഷ്യന്റ് ആയിരിക്കും. വഴിയിൽ നിന്ന് ഒരു 10 പേരെ പിടിച്ച് വൈറ്റമിൻ ഡി നോക്കിയാൽ അതിനകത്ത് ഒരു 5 പേർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യന്റ് ആയിരിക്കും. പക്ഷെ അവർക്ക് കുഴപ്പമുണ്ടോ? പ്രശ്നങ്ങളൊന്നുമില്ല. എന്തെങ്കിലും അസുഖങ്ങൾ ഫ്യൂച്ചറിൽ വരുമോ ഇത് കാരണം? അങ്ങനെ വരും എന്നുള്ളതിന്റെ എവിഡൻസ് ഇപ്പൊ ഒന്നും ഇല്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ 4 കാറ്റഗറിയിൽ പെടുന്നതാണെങ്കിൽ ട്രീറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ സപ്ലിമെന്റേഷനും സപ്ലിമെന്റ് യൂസും എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം.
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഡോക്ടറിനോട് ചോദിക്കാനുള്ളത്, ഇപ്പം റീസെന്റ് ആയിട്ട് ഡോക്ടറിന്റെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഓർഗൻ ഡൊണേഷന്റെ കാര്യം. ഓർഗൻ ഡൊണേഷന് മുൻപ് നമ്മൾ ഇറ്റലിനെക്കാട്ടിലൊക്കെ മുന്നിലായിരുന്നു. പക്ഷെ ജസ്റ്റ് ബിക്കോസ് ഓഫ് വൺ മൂവി നമുക്കത് ഒരുപാട് പുറകിലേക്ക് വന്നു എന്നുള്ളത്, അത് എത്രത്തോളം? അത് ഞാനൊരു സിംഗിൾ മൂവി എന്നും പറയുന്നില്ല. ആ മൂവി എനിക്ക് തോന്നുന്ന മനുഷ്യരിൽ ഓൾറെഡി ഒതുങ്ങിയിരുന്ന ഒരു പേടിയെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് വലുതാക്കി. പല പല ബയസസും പല പല റോങ് ഇൻഫോർമേഷൻസ് ഓൾറെഡി മനുഷ്യരിലുള്ളത് അത് ഭയങ്കരമായിട്ട് അങ്ങ് എക്സ്പാൻഡ് ചെയ്യുന്നുള്ളതാണ് ആ ജോസഫ് എന്ന് പറഞ്ഞ മൂവി. അതിന്റെ കൂടെ തന്നെ ഒരു ഗണപതി എന്ന് പറഞ്ഞ ഒരു റിട്ടയർഡ് ഡോക്ടർ കലക്കവളത്തിൽ മീൻ പിടിക്കുന്ന പരിപാടി ചെയ്തു. കാരണം അതിന്റെ കുറെ ഇഷ്യൂസ് എല്ലാം കൂടെ ഒരുമിച്ചാണ് അങ്ങ് വന്നതേ. അപ്പൊ അതിന്റെ ബേസിസിലാണ് ഈ ഓർഗൻ ഡൊണേഷൻ ഭയങ്കര ബാഡ് ആയത് നമ്മുടെ നാട്ടില്. അപ്പൊ ഓർഗൻ ഡൊണേഷൻ സേവ്സ് ലൈഫ്സ്. ഇപ്പൊ തന്നെ എന്റെ മാത്രം ഞാനിപ്പോ ഒരു ഹോസ്പിറ്റലില് ഒരു ഡിപ്പാർട്ട്മെന്റില് ഒരു OPD എന്ന് പറയുന്ന ഡോക്ടറാണ്. എന്റെ അടിയിൽ തന്നെ ക്ലോസ് ടു 86 to 90 പേഷ്യൻസ് ഇപ്പം ലിസ്റ്റഡ് ആണ്. അതായത് കരൾ മാറ്റി വെച്ചില്ലെങ്കിൽ അടുത്ത 2 ഇയേഴ്സിനുള്ളിൽ അവർ മരിച്ചു പോകുന്നുള്ള ഒരു 90 പേഷ്യൻസ് ഇപ്പൊ എന്റെ അടിയിൽ തന്നെയുണ്ട്. എന്റെ അടിയിൽ തന്നെ ഈ ഓർഗൻ ഡൊണേഷൻ നടന്നില്ലെങ്കിൽ അവർക്ക് ലിവിങ് ഡോണർ കാണത്തില്ല. ലിവിങ് ഡോണറും ഉണ്ട്, ഡിസീസ് ഡോണർ. ഇപ്പൊ ബ്രെയിൻ ഡെഡ് പേഷ്യൻസിന് നമ്മൾ ഓർഗന്റെ ഫുൾ ഓർഗൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ലിവിങ് ഡോണറിന്റെ ലിവറിന്റെ ഒരു ഭാഗം എടുത്ത് കൊടുക്കുന്നു, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ. ഇങ്ങനെയാണ് LDLT ആൻഡ് DDLT എന്ന് പറയുന്നത്, ലിവിങ് ഡൊണേഷൻ ആൻഡ് ഡിസീസ് ഡൊണേഷൻ. അപ്പോൾ ലിവിങ് ഡൊണേഷൻ ഓപ്ഷൻസ് ഇല്ലാത്തവർ മുഴുവനും ഡിസീസ് ഡൊണേഷനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഡിസീസ് ഡൊണേഷൻ കൂടി ഇല്ലെങ്കിൽ ഈ 90 പേഷ്യൻസും 2 ഇയേഴ്സിനുള്ളിൽ മരിച്ചു. അതിൽ ചില പേഷ്യൻസ് ഒക്കെ 35 ഇയേഴ്സ് 40 ഇയേഴ്സ് ഒക്കെയാണ്. ചെറിയ പിള്ളേരൊക്കെ ഉള്ള ഫാമിലീസ് ആണ്. ഒന്ന് ആലോചിച്ച് അവരുടെ മരണം അവർ മുമ്പിൽ കാണുന്നു. ബിക്കോസ് ഇവിടുത്തെ സിസ്റ്റം അവരെ കേറ്റർ ചെയ്യുന്നില്ല. ഇവിടുത്തെ സിസ്റ്റം അല്ലെ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു വിചാരം, ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ധാരണ എന്ന് പറയുന്നത് ഓർഗൻ ഡൊണേഷൻ എന്ന് പറയുന്നത് എന്തോ വലിയൊരു റാക്കറ്റ് ആണ്. ഇതിനകത്ത് ഡോക്ടർമാരും ഹോസ്പിറ്റലും കൂടി ഇരുന്ന ആൾക്കാരെ കൊന്ന് അവയവങ്ങളൊക്കെ എടുത്ത് എന്തോ വലിയ സംഭവം. ഇതൊക്കെ എന്ത് തെറ്റാണ്. അവർ ശരിക്കും എന്റെ OPയിലോ എന്റെ റൗണ്ട്സിലോ ഒരു ദിവസം ഒന്ന് വന്നാൽ മതി, ഓർഗൻ ഡൊണേഷന്റെ കംപ്ലീറ്റ്ലി തെറ്റിദ്ധാരണകൾ മാറും. ആ പേഷ്യൻസ് ഒക്കെ സഫർ ചെയ്യുന്ന കാണണം എന്തുമാത്രമാണ്. അതും ചെറിയ സഫറിങ് അല്ല. ഇപ്പം എന്റെ ഒരു പേഷ്യന്റിന്റെ ആള് മദ്യം കഴിച്ചിരുന്നു, പക്ഷെ ഒരു 1.5 ഇയേഴ്സ് ആയിട്ട് കംപ്ലീറ്റ്ലി മദ്യം നിർത്തി. ആള് മദ്യം നിർത്തേണ്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ജീവിക്കണം. അദ്ദേഹത്തിന് ജീവിക്കാൻ വേണ്ടി മദ്യം മാത്രം നിർത്തിയാൽ പോരാ, അദ്ദേഹത്തിന് പുതിയൊരു കരളും വേണം. ആൾക്ക് 2 പെൺമക്കളാണ്. വൈഫ് ഇവിടെ ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യായിരുന്നു സ്റ്റാഫായിട്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ ചെലവിനായിട്ട് ഇവരുടെ എമൗണ്ട് സാലറി തികയുന്നില്ല. അതുകൊണ്ട് വൈഫ് ഇവരൊക്കെ വിട്ട് യൂറോപ്പിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു നഴ്സിംഗ് ജോബ് എടുത്ത് പോയി. അപ്പൊ അവിടുന്ന് കിട്ടുന്ന പൈസ വെച്ചിട്ടാണ് അവരിപ്പോ ഇവിടെ എങ്ങനെയൊക്കെ നീങ്ങി പോകുന്നത്. ഇദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ അല്ല, ആളെ സിക്കാണ്. ഓൾമോസ്റ്റ് എവറി 2 വീക്സ് വന്ന് വയറ്റിൽ നീരൊക്കെ കുത്തിയെടുത്ത് അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയാണ്. 2 പെൺമക്കളുണ്ട്. 2 പേര് എബവ് 18 വയസ്സിന് മുകളിലുള്ളവരാണ്. 2 പേരും കോളേജിൽ പോകുന്നതായിരുന്നു. ഒരാളുടെ കോളേജ് നിർത്തി. ഒന്ന് ഫീസ് കൊടുക്കാൻ പൈസ ഇല്ല, 2 അപ്പനെ നോക്കാൻ ആളില്ല. അപ്പൊ മൂത്ത മകളാണ് ഇപ്പം കോളേജിൽ പോകുന്നതും പഠിക്കുന്നതും. ഈ ഇളയ കുട്ടി ഈ അപ്പന്റെ കൂടെയാണ് ഫുൾ ടൈം ഹോസ്പിറ്റലിൽ വരിക, നീര് കുത്തിയെടുക്കുക. അങ്ങനത്തെ ഒരു കെയർ ടേക്കർ ലൈഫായി മാറിയേക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ കുട്ടിയുടെ പഠനമേ പോയി. എന്നിട്ടും ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ഈ ട്രാൻസ്പ്ലാന്റേഷന്റെയും ഈ ചെലവൊക്കെ. വൈഫ് അവിടെ പോയി ഇരുന്ന് പട്ടിയെ പോലെ പണി ചെയ്യാണ്. എക്സ്ട്രാ വർക്ക് അവേഴ്സ് എടുത്ത് എക്സ്ട്രാ പൈസ ഉണ്ടാക്കി ഇദ്ദേഹത്തിന്റെ ട്രാൻസ്പ്ലാന്റിലോട്ട് ഇദ്ദേഹത്തിന് വിടാൻ വേണ്ടി. ഇവരിൽ ആരും മാച്ചിങ് അല്ല. ഒരാൾ മാച്ചിങ് ആണ്, പക്ഷെ അതാ മകളാണ്. മകളും കിടന്നു പോയാലും പിന്നെ ഇവരെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെലവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. വൈഫിന് വന്നു നിന്നാലും ചെലവ് പിന്നെ പ്രശ്നം. അപ്പം ഇവർക്ക് ശരിക്കും ഡോണേഴ്സ് ഇല്ല. അപ്പൊ ഇവർ ഫുള്ളി ഡിപ്പെൻഡന്റ് ഓൺ ഡിസീസ് ഡൊണേഷൻ ആണ്. ബ്രെയിൻ ഡെഡ് പേഷ്യന്റിൽ നിന്ന് ഒരു ഫുൾ ലിവർ കിട്ടിയാൽ ആ സർജറി എന്ന് പറഞ്ഞാൽ ചെറിയ സർജറിയാണ്. അപ്പൊ ആ ചെലവ് വഹിക്കാൻ ഇവർക്ക് പറ്റും, ഇവർക്ക് ഹെൽപ്പും ഉണ്ട്. പക്ഷെ ലിവർ കിട്ടണ്ടേ? ഇവിടെ ഡൊണേഷൻ നടക്കുന്നില്ല. ഞാനിപ്പോ ഏകദേശം ഒരു 6 മാസം ആളെ ഇങ്ങനെ വലിച്ച് നീട്ടിക്കൊണ്ട് പോവുകയാണ്. ഇനി അടുത്ത 6 മാസം എനിക്ക് കോൺഫിഡൻസ് ഇല്ല. എന്നുവെച്ചാൽ ഒരു സമയം ഈ ലിവറിന്റെ കോംപ്ലിക്കേഷൻസ് നമ്മൾ ഓവർടേക്ക് ചെയ്യും. സിവിയർ ഇൻഫെക്ഷൻസ്, ബ്ലീഡ്സ് ഒക്കെ വന്ന് പേഷ്യന്റ് കോമയിൽ പോയി വെന്റിലേറ്റർ കയറി മരിച്ചു പോകും. അപ്പം അടുത്ത 6 മന്ത്സിനുള്ളിൽ ഇദ്ദേഹത്തിന് ഒരു ലിവറിന്റെ ഇത് കിട്ടിയില്ലെങ്കിൽ ഹി വിൽ ഡൈ. ഈ 2 പെൺമക്കൾ ഒറ്റയ്ക്ക്, ആ വൈഫ് അവിടെ പോയത് വെറുതെ. ഇങ്ങനത്തെ സ്റ്റോറീസ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഈ കോൺസ്പിറസി തിയറീസ്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ട്രാൻസ്പ്ലാന്റ് ചെയ്തു മരണപ്പെട്ടു പോയി, റാക്കറ്റി പൈസ കൊടുത്തു, കള്ളത്തരത്തിൽ ഓർഗൻ മേടിച്ചെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ഞാൻ മീഡിയനെയും ഇതിനകത്ത് ബ്ലെയിം ചെയ്യുന്നു. എന്ന് വെച്ചാൽ മീഡിയയും ഒരിക്കലും പോസിറ്റീവ് ആയിട്ട് ഒരു കാര്യം ഓർഗൻ ഡൊണേഷൻ മര്യാദയ്ക്ക് കാണിച്ചിട്ടില്ല.
കാണിക്കാറുണ്ട്, വളരെ വളരെ റെയർ ആയിട്ട്. ഇപ്പൊ എന്റെ തന്നെ ഒരു പേഷ്യന്റിന്റെ മകളാണ് 17 വയസ്സ് ലിവർ ഡൊണേറ്റ് ചെയ്തത്. യങ്ങസ്റ്റ് ലിവിംഗ് ഡോണർ ഇൻ ദ കൺട്രിയാണ്. നമ്മുടെ പേഷ്യന്റ് ആയിരുന്നു. അത് കോടതി പോയി അവർ ഫൈറ്റ് ചെയ്ത് പെർമിഷൻ എടുത്ത് ആ 17 വയസ്സുകാരിയാണ് ലിവറിന്റെ ഒരു ഭാഗം കൊടുത്തത്. ഇവിടെ നല്ല ഡിസീസ് ഡൊണേഷൻ ഉണ്ടായിരുന്നെങ്കിലേ ആ ചെറിയ കൊച്ചിനെ പിടിച്ച് ലിവർ സർജറി ചെയ്യേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ തന്നെ ഈ കോൺസ്പിറസി തിയറീസും വേണ്ടാത്ത കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് ഞാൻ ഇത്രയും പറഞ്ഞാലും ഈ വീഡിയോയുടെ അടിയിൽ നോക്കിക്കോണം. ഇതാണ് നമുക്ക് മനസ്സിലാകാത്തത്. അത് ആൾക്കാരിലൊക്കെ എങ്ങനെ ഇത് അടിച്ച് മനസ്സിലാക്കണമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇതിന്റെ ഇടയിൽ പിന്നെയും കമന്റ് വരും, നീ മോഷ്ടിച്ചവനല്ലേ, നീ റാക്കറ്റ് ചെയ്യുന്നവനല്ലേ, നിങ്ങൾ എത്രമാത്രം പൈസ അടിച്ചു മാറ്റി എന്നൊക്കെ പറഞ്ഞ് പിന്നെയും പൊട്ട കമന്റ്സ് ഇഷ്ടം പോലെ കാണാം. അതുകൊണ്ട് എല്ലാവരും നമുക്ക് സഹായിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ഇതിനെപ്പറ്റി കൂടുതൽ ധാരണ വരുവാണെങ്കിൽ പൊതുജനത്തിന് ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഓർഗൻസ് പ്ലഡ്ജ് ചെയ്യണം. അതായത് ഡിസീസ് ഡൊണേഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. നമ്മുടെ ഓർഗൻസ് നമുക്ക് പ്ലഡ്ജ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഓർഗൻ ഡൊണേഷന്റെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമുക്ക് ആ ഓർഗൻസ് ആൾക്കാർക്ക് യൂസ്ഫുൾ ആയി മാറും. അതുകൊണ്ട് ഓർഗൻ ഡൊണേഷൻ പ്ലഡ്ജിങ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് പല പല വെബ്സൈറ്റ്സ് ഉണ്ട്, ഗവൺമെന്റിന്റെ തന്നെ വെബ്സൈറ്റ്സ് ഉണ്ട്, അതിനകത്ത് പോയിട്ട് അവർക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഡിസീസ് ഡോണർ പൂള് കൂട്ടിയാൽ പല പല ഫാമിലീസ് രക്ഷപ്പെട്ടു. സോ ഡോക്ടർ, വൺ ഫൈനൽ ക്വസ്റ്റ്യൻ. ഒരുപാട് നേരം നമ്മൾ സംസാരിച്ച് നമ്മുടെ അവരെന്തിലേക്ക് വരികയാണ്. ഇപ്പൊ നമുക്കറിയാം, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ഡോക്ടേഴ്സ് ആണ് ഡോക്ടർ. വൈ? ബിക്കോസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഒന്നെന്ന് വെച്ചാൽ വളരെ കമ്പാഷനേറ്റ് ആണ്. പേഷ്യൻസിന്റെ ഓരോ സ്റ്റോറീസ് പറയുമ്പോൾ അത്രയും കമ്പാഷനോട് കൂടിയാണ് ഡോക്ടർ അത് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം വെൽ അപ്ഡേറ്റഡ് ആണ് ഈ ഒരു ഫീൽഡിൽ. ഇതിന് രണ്ടിനും വേണ്ടുന്ന ഒരു കാര്യം ടൈമാണ്, ടൈം മാനേജ്മെന്റ് ആണ്. അപ്ഡേറ്റഡ് ആവാനും അതുപോലെ തന്നെ ഇത്രയും കമ്പാഷനോട് കൂടി പേഷ്യന്റിനെ നോക്കാൻ വേണ്ടിയിട്ടും. എങ്ങനെയാണ് ഇത്ര ഒരു ഹെക്ടിക് ഷെഡ്യൂളിൽ ഈ ഒരു ടൈം മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് ചെയ്യുന്നത്? ബെസ്റ്റ് ഡോക്ടേഴ്സ് എല്ലാവരും ബെസ്റ്റ് ഡോക്ടേഴ്സ് ആട്ടോ. പക്ഷെ പലർക്കും പല സാഹചര്യങ്ങളാണ് ഡോക്ടേഴ്സിനെ. ഇപ്പം എല്ലാവർക്കും ഞാനൊക്കെ എൻ്റെ ഒക്കെ ട്രെയിനിങ് എങ്ങനെയായിരുന്നു, ഇപ്പം ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പം എന്റെ ട്രെയിനിങ്ങിൽ ഇപ്പം MD ആയിരിക്കട്ടെ, MBBS വെറുതെയാണ്. MBBS എന്തായാലും ഒരു ഫൺ ടൈം ആയിരുന്നു. നമുക്ക് ഒരു ഐഡിയ ഒന്നുമില്ല. MBBS പഠിച്ചിറങ്ങുമ്പോൾ ഡോക്ടർ എന്നുള്ള ഒരു പേര് കിട്ടി എന്നുള്ളതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലാതെ എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല. പക്ഷെ റിയൽ ആയിട്ട് നമ്മൾ മെഡിസിൻ എന്താണ്, പ്രാക്ടീസ് എന്താണെന്ന് പഠിച്ചത് MDയും Dയും ചെയ്തിട്ടാണ്. അപ്പൊ ആ സമയത്തും നമുക്ക് ടൈം മാനേജ്മെന്റ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ട്രെയിനിങ് വരുന്നുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് അക്കാഡമിക് വർക്ക് ഉണ്ട്, റിസർച്ച് വർക്ക് ഉണ്ട്, ക്ലിനിക്കൽ വർക്ക് ഉണ്ട്, ഡ്യൂട്ടി വർക്ക് ഉണ്ട്. ഇതെല്ലാം എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ട്രെയിനിങ്ങിൽ കൂടെ കുറച്ച് ഐഡിയ നമുക്ക് കിട്ടും. പക്ഷെ അത് ട്രെയിനിങ്ങിൽ നിർത്തി പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ജോബ് മാതിരി ഡീൽ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്കാണ് ഈ ടൈം മാനേജ്മെന്റിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരുന്നത്. അപ്പൊ ഞാൻ ചെയ്യുന്നത്, എനിക്കിതെല്ലാം ചെയ്യാനും ചെയ്തുകൊണ്ടിരിക്കാനും താല്പര്യമുണ്ട്. അക്കാഡമിക് വർക്ക്, ടീച്ചിങ്, ക്ലിനിക്കൽ റിസർച്ച്, നമ്മുടെ ഡ്യൂട്ടീസ്, നമ്മുടെ OP വർക്ക്, ഇൻപേഷ്യന്റ് വർക്ക്, ഇതൊക്കെ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പൊ നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നെ സമയം കണ്ടുപിടിക്കുകയാണ്. അല്ല ഇതിനകത്ത് വേറെ സ്പെഷ്യൽ എന്താ പറയുന്നത്, ഒരു സ്പെഷ്യൽ പ്രോട്ടോകോളോ ഒരു സ്പെഷ്യൽ അഡ്വൈസോ അങ്ങനെയൊന്നും ഇല്ല ഇതിനകത്ത്. ഇപ്പം ഞാൻ തീരുമാനിക്കുകയാണ്, എനിക്ക് അടുത്ത 6 months ഇന്ന കാര്യങ്ങളെ പറ്റി പഠനം ചെയ്യണം, പബ്ലിക്കേഷൻസ് വേണം. ആ 6 months തന്നെ എനിക്ക് ചിലപ്പോൾ എനിക്കൊരു ബുക്ക് എഴുതണം, അല്ലെ എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കണം, കുറച്ച് വീഡിയോസ് ഉണ്ടാക്കണം, സോഷ്യൽ മീഡിയയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അതനുസരിച്ച് നമ്മൾ നമ്മുടെ ഡെയിലി ടൈം ഷെഡ്യൂൾ ചെയ്യും. ശരിക്കും ഞാൻ പറഞ്ഞ എനിക്കൊരു ദിവസം 48 മണിക്കൂർ കിട്ടിയാൽ നല്ലതായിരുന്നതാണ്. എന്ന് വെച്ചാൽ 24 മണിക്കൂറിൽ കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അതനുസരിച്ച് ലൈഫ് സ്മൂത്ത് അല്ല. നമ്മൾ ഈ ടൈം മാനേജ്മെന്റ് ചെയ്താലും ക്വാളിറ്റി ഓഫ് ലൈഫ് ഇനീഷ്യലി ഭയങ്കര പൂറായിരുന്നു എൻ്റെ. എന്ന് വെച്ചാൽ ഞാൻ കുറെ കൂടെ ഭയങ്കര വർക്ക് ഓറിയന്റഡ് ആയിരുന്നു. അതൊക്കെ ഞാൻ ഇപ്പൊ കുറച്ചു. എനിക്കിപ്പം ഫാമിലി ലെവലുള്ള ഒരു എന്താ പറയുന്നത് ടൈം സ്പെൻഡിങ്ങും, അതല്ലാതെ എനിക്ക് മാത്രമായിട്ടുള്ള സ്വന്തം എനിക്കായിട്ടുള്ള മീ ടൈം എന്ന് പറയുന്നത്, അതും പേഷ്യന്റ് ടൈമും ഹോസ്പിറ്റൽ ടൈമും ഒക്കെ എല്ലാം ഒരു ലെവലായി വന്നത് എനിക്കൊന്ന് ലാസ്റ്റ് ഒരു 2-3 years ആയിട്ടുള്ളൂ. 2 years ആയിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അതിൽ നിന്ന് പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂടി. എന്ന് വെച്ചാൽ ഓരോ സമയത്തും നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്തു പോവാണ്, അല്ലാതെ നമ്മൾ എല്ലാ സമയത്തും ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അപ്പൊ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണോ പാഷനേറ്റ് ആയിട്ടുള്ളത് അത് നമ്മൾ തന്നെ അതിനു വേണ്ടിയുള്ള സമയം കണ്ടുപിടിക്കും. ഇന്ന് നോക്കി, ഇന്നിപ്പോ ഞാൻ വേറെ ഒരു പരിപാടിക്കില്ല, നമ്മൾ ഇന്നത്തെ ഈ പരിപാടി ഈ ഡിസ്കഷൻ ആയിട്ട് ഞാൻ വെച്ചേക്കാണ്. അല്ലെങ്കിൽ എനിക്ക് രാവിലെ ചെയ്യാൻ വേറെ കുറെ കാര്യങ്ങളുണ്ട്, പക്ഷെ ഞാൻ അത് വേറെ ദിവസമായിട്ട് മാറ്റി ആ സ്ലോട്ടിൽ ഞാൻ അതേ ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ഒരു ഐഡിയ ആണ് ഈ ടൈം മാനേജ്മെന്റ് എനിക്ക് വന്നിരിക്കുന്നത്. ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാൽ ടൈം മാനേജ്മെന്റ് നാളെ എന്താണെന്നുള്ളത് ഞാൻ ഫുള്ളായിട്ട് തീരുമാനിച്ചിട്ടില്ല. പക്ഷെ നാളത്തെ സിറ്റുവേഷൻ നോക്കിയിട്ട് ഞാൻ അതനുസരിച്ച്
ചേഞ്ച് ചെയ്യുന്നതാണ്. ഇപ്പം എല്ലാ ഡോക്ടേഴ്സിനും അങ്ങനെ മൾട്ടിപ്പിൾ പാഷൻസ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതനുസരിച്ച് അവരുടെ ടൈം മാനേജ്മെന്റും അതുപോലെ വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ എനിക്ക് മൾട്ടിപ്പിൾ പാഷൻസ് ഉണ്ട്. എനിക്ക് നല്ല സിനിമ കാണുന്നുണ്ട്, ഞാൻ പിള്ളേരെ നല്ല സിനിമയ്ക്ക് കൊണ്ടുപോകും. എനിക്ക് കുറച്ച് പുറപ്പടം കാണുന്നുണ്ട്, കുറച്ച് കൊറിയൻ മൂവീസ് കാണുന്നുണ്ട്, അത് ഞാൻ സമയം കണ്ടുപിടിക്കും, ഞാൻ ചെയ്യും, അതൊക്കെ ചെയ്യും. അപ്പം നമ്മൾ ഒരിക്കലും നമുക്ക് പറ്റാത്ത തരത്തിലുള്ള ഗോൾസ് വെക്കരുത്. അതായത് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഇത്ര സമയത്തുള്ളിൽ ചെയ്യണം എന്നുള്ളൊരു ഗോള് വെച്ചാൽ ചിലപ്പോൾ അത് ടോട്ടലി ഫെയിൽ ആവും. നമ്മൾ സ്ലോ ആൻഡ് സ്റ്റഡി ആവശ്യമുള്ള കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രയോറിറ്റി ഇല്ലാത്തതും പ്രയോറിറ്റി ഉള്ളതും എല്ലാം നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഇത്രയും നേരം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പല കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുകയുണ്ടായി. വളരെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പേഷ്യൻസിന്റെ സ്റ്റോറീസ്, ഇതൊക്കെ നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഇത്രയും നേരം നമ്മുടെ അടുത്ത് ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് ഒത്തിരി താങ്ക്സ്. ഓൾസോ ഈ ഡിസ്കഷൻ ആസ് യൂഷ്വൽ ഇവിടെ തീരുന്നില്ല. ഇനിയും നമുക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ ഒന്ന് ഇരിക്കാൻ തോന്നുന്നു. ഞാൻ ഹാപ്പി ആയിരിക്കും. ഇതുപോലെ ഇനിയും ഓപ്പൺ കോൺവെർസേഷൻസിന് ഐ എം ഓൾവേസ് റെഡി. താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു.